നമസ്കാരം. കോൺഗ്രസിന്റെ കൂട്ടിൽ നിന്ന് തരൂർ സ്വതന്ത്രമായ ആകാശത്തേക്ക് പറക്കുമോ അതോ മറ്റേതെങ്കിലും കൂട്ടിലണയുമോ? പറക്കാൻ അനുമതി വേണ്ടെന്നും ചിറകുകൾ നിങ്ങളുടേതാണെന്നും ആകാശം ആരുടേതുമല്ലെന്നും സമൂഹമാധ്യമ പോസ്റ്റിലൂടെ ഖർഗെയ്ക്ക് തരൂർ മറുപടി നൽകിയതോടെ തരൂർ കോൺഗ്രസ് വിടുമോ എന്ന അഭ്യൂഹം വീണ്ടും ശക്തമായി. മോദിയെ സ്തുതിച്ച് തരൂർ ലേഖനം എഴുതിയതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് എല്ലാവർക്കും രാജ്യമാണ് പ്രധാനമെന്നും ചിലർക്ക് മോദിയാണ് വലുതെന്നും ഖർഗെ തരൂരിന്റെ പേര് പരാമർശിക്കാതെ പരിഹസിച്ചത്. മോദി പ്രശംസ ബിജെപിയിൽ പോകുന്നതിന്റെ സൂചനയല്ലെന്ന് വിശദീകരിച്ച തരൂരിന്റെ പുതിയ പോസ്റ്റ് എന്തിന്റെ സൂചനയാണ്? തരൂർ കോൺഗ്രസിൽ നിന്ന് പൂർണ്ണമായും അകന്നോ? ലക്ഷ്മണ രേഖ കടന്നുള്ള തരൂരിന്റെ നീക്കങ്ങൾ കോൺഗ്രസ് ഈ രീതിയിൽ നേരിട്ടാൽ മതിയോ? തരൂരിനെയും ബിജെപി പാളയത്തിൽ എത്തിക്കുമോ കോൺഗ്രസ്? പരിശോധിക്കാം. സ്വാഗതം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ, ശ്രീ ഷാബു പ്രസാദ്, ബിജെപി സഹയാത്രികൻ, ബി റെജി, കോൺഗ്രസ് സഹയാത്രികൻ, കെ ഷാജി, മാധ്യമപ്രവർത്തകൻ, രാഹുൽ ഈശ്വർ, തരൂർ അനുകൂലി എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ ബി റെജി, തരൂർ ആവർത്തിച്ച് എൻ്റെ ലേഖനം അത് ഞാൻ ഏറ്റെടുത്ത കർത്തവ്യവുമായി ബന്ധപ്പെട്ടതാണെന്നും ബിജെപിയിലേക്ക് പോകുന്നതിൻ്റെ സൂചനയല്ല എന്നും പറഞ്ഞു. അതിനുശേഷവും ചോദ്യങ്ങളോട് ഖർഗെ വലിയ രീതിയിൽ പരിഹാസ ചുവയോടുകൂടി മോദിയാണ് ചിലർക്ക് വലുത് എന്ന തരത്തിൽ പ്രതികരിച്ചു. അതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് തരൂരിന്റെ വാളിൽ വരുന്നത്. ഏതെങ്കിലും തരത്തിൽ അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും ഉള്ള പാർട്ടിയിലുള്ളവരെ അത് പറഞ്ഞു പരിഹരിക്കാതെ പുറത്തേക്ക് തള്ളിവിടുന്ന പതിവ് തുടരുകയാണോ കോൺഗ്രസ്? നോക്കൂ, ഒരു രാഷ്ട്രീയ നേതാവിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്താണ്? ഒന്ന്, സത്യസന്ധത, ആദർശനിഷ്ഠ, ഒരു നിലപാടിലെ ഒരു നിശ്ചയദാർഢ്യം, അതുപോലെ ജനസേവനത്തിനുള്ള ഒരു സന്നദ്ധത. ഇതൊക്കെയാണ് ഒരു ജനാധിപത്യ രാജ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാവിൽ നിന്ന് ജനം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. അങ്ങനെയുള്ളവരോടാണ് പൊതുവെ ജനങ്ങൾ ആദരിക്കുന്നതും അവരെ ബഹുമാനിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. ഇവിടെ ശ്രീ തരൂരിൻ്റെ കാര്യം നമ്മളെടുത്താൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതമായിട്ടുള്ള വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗമാണ്. അദ്ദേഹത്തിനെ കോൺഗ്രസ് ഇനി ഏത് സ്ഥാനമാനങ്ങളാണ് അദ്ദേഹത്തിന് നൽകാൻ ബാക്കിയുള്ളത്? അദ്ദേഹത്തിനെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുകയല്ലേ ഇന്റർനാഷണൽ കോൺഗ്രസ്? ഇത്രയും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള വേറെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ടോ? നോക്കൂ, അദ്ദേഹത്തിന് 2006 അദ്ദേഹത്തിനെ UN സെക്രട്ടറി ജനറൽ പദവിയിലേക്ക് മത്സരിക്കുവാൻ ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായി നിയോഗിച്ചത് ഇന്റർനാഷണൽ കോൺഗ്രസ് അല്ലേ? മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്തല്ലേ? അദ്ദേഹത്തിനെ മന്ത്രിയാക്കിയതാരാണ്? അദ്ദേഹത്തിൻ്റെ തന്നെ ചില വാഗ്ധോരണിയുടെ ഭാഗമായി അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നപ്പോൾ രണ്ടാമതും അദ്ദേഹത്തെ മന്ത്രിയാക്കി. അദ്ദേഹത്തെ 4 തവണ ലോകസഭയിലേക്ക് അയച്ചതും ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ്. അദ്ദേഹത്തിന് നൽകാനുള്ള എല്ലാ സ്ഥാനങ്ങളും നൽകി. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പുലർത്തേണ്ട സാമാന്യ മര്യാദ പുലർത്തുവാൻ അദ്ദേഹം തയ്യാറാവുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അതായത് അദ്ദേഹം എപ്പോഴും, അദ്ദേഹം വിശ്വസിക്കുന്ന, അദ്ദേഹം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ എതിരാളികൾക്ക് കടിച്ചു കീറുവാൻ അല്ലെങ്കിൽ അവരെ വിമർശിക്കുവാൻ, ആ പാർട്ടിയെ വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ പറ്റുന്ന തരത്തിലുള്ള ഇന്ധനം ഇട്ടുകൊടുത്തുകൊണ്ട് മാറി നിന്ന് പുഞ്ചിരിക്കുന്ന അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയക്കാരൻ്റെ റോളിലേക്ക് ശശി തരൂർ മാറുമ്പോൾ ശശി തരൂരിനെ പിന്തുണയ്ക്കുന്ന ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും അനുഭാവികൾക്കും എത്രമാത്രം ഹൃദയവേദന ഉണ്ടാകും എന്നുള്ളത് ആണ് അവിടെ ആലോചിക്കേണ്ടത്. ഇവിടെ ഇത്രയും സ്വാതന്ത്ര്യം നൽകുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ അദ്ദേഹത്തിന് നൽകാവുന്ന സ്ഥാനമാനങ്ങളെല്ലാം നൽകുമ്പോഴും അതിൻ്റെ പരമോന്നത സമിതിയിൽ അദ്ദേഹത്തെ അംഗമാകുമ്പോഴും കോൺഗ്രസിലെ സ്വാതന്ത്ര്യം അത് താഴെ തട്ടിലുള്ള പ്രവർത്തകൻ മുതൽ മേലെ തട്ട് വരെ നമ്മൾ എന്നും കാണുന്ന കേരളത്തിലെ നേതാക്കൾ മുതൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ കാണുന്നതാണല്ലോ. അപ്പോൾ സ്വാതന്ത്ര്യം എല്ലാവരും ആസ്വദിക്കുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ. കോൺഗ്രസ് പാർട്ടിയിലെ ജനാധിപത്യം എല്ലാവരും ആസ്വദിക്കുന്നതാണ്. അപ്പോൾ തരൂരിന് എന്തെങ്കിലും പ്രത്യേകിച്ച് നിങ്ങൾ നൽകുന്നു എന്ന അവകാശവാദമില്ല. ഇവിടെ രാജ്മോഹൻ ഉദ്യാന് എല്ലാം പറയാമെങ്കിൽ തരൂരിനും പറയാം, അത് തരൂർ ഉപയോഗിക്കുന്നു. പക്ഷെ നോക്കൂ, ഇത്രയും നിർണായകമായ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഏറ്റെടുത്ത ഉത്തരവാദിത്വവുമായി ബന്ധപ്പെടുത്തിയാണ് തരൂരിന്റെ അഭിപ്രായങ്ങൾ എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ആ ഡെലിഗേഷന്റെ ഭാഗമായിട്ടുണ്ട്. അവരെല്ലാം അവരുടെ കർത്തവ്യം നിറവേറ്റിയിട്ടുണ്ട്. രാജ്യം അങ്ങനെ ഒരു സന്നിഗ്ധ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഒരു പക്ഷേ സ്തുതിയായൊക്കെ മാറുന്ന തലത്തിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ
ആ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കുകയും അത് മേക്കപ്പ് ചെയ്ത് പോവുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമില്ലേ? അതൊന്നും ഇവിടെ ഉണ്ടാകുന്നില്ല. സ്വാതന്ത്ര്യമുണ്ട് എന്ന് എല്ലാവർക്കും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം തരൂരിന് എന്തോ ഔദാര്യമായി കൊടുത്തു എന്ന തരത്തിൽ കാണേണ്ടതുണ്ടോ ഇതിനെയൊക്കെ? ശ്രീ തരൂരിനല്ലേ കോൺഗ്രസ് ഔദാര്യം കൊടുത്തത്? കാരണം 125 വർഷം 140 വർഷം ചരിത്രമുള്ള ഇന്റർനാഷണൽ കോൺഗ്രസ് ഈ 16 വർഷത്തെ മാത്രം ചരിത്രമുള്ള ഈ ശശി തരൂരിനെ ഇത്രയും വലിയ സ്ഥാനമാനങ്ങളും പ്രശസ്തിയും ഒക്കെ നൽകുവാൻ ഇന്റർനാഷണൽ കോൺഗ്രസ് സഹായിച്ചില്ലേ? അത് നമ്മൾ മറന്നു പോകരുത്. നോക്കൂ, അദ്ദേഹം ഈ പാർലമെന്ററി ഡെലിഗേഷന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ഉള്ള കാരണം അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിലെ അംഗമായതുകൊണ്ടാണ്. ഇനി മാത്രമല്ല, കോൺഗ്രസിന്റെ ഔദാര്യമായിരുന്നില്ല. ശശി തരൂർ എന്താണ് എന്ന് മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ നൽകിയ അവസരമായിരുന്നു അത്. എന്തുകൊണ്ടാണ് ഡെലിഗേഷനിൽ ആദ്യം തരൂർ ഉൾപ്പെടാതെ പോയത്? ഏത് ഘട്ടത്തിലാണ് തരൂർ ഒഴിവാക്കപ്പെട്ടത്? തരൂരിനെ എന്തുകൊണ്ടാണ് അവിടേക്ക് പരിഗണിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് തരൂരിന് AICCയിലേക്ക് മത്സരിക്കേണ്ടി വന്നത്? ഏതൊക്കെ ഘട്ടങ്ങളിൽ? തരൂർ വെറുതെ പാർട്ടി പ്രവർത്തകനായി നടന്ന ആളെ വിളിച്ച് പദവികൾ കൊടുത്തതല്ലല്ലോ കോൺഗ്രസ്. തരൂരിന്റെ സ്റ്റേച്ചർ, തരൂർ എന്ന വ്യക്തിയെ കോൺഗ്രസും ഉപയോഗിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് സ്വന്തം നിലയിൽ പിടിച്ചെടുക്കാൻ പറ്റാത്ത ഒരു മണ്ഡലമല്ലേ ഈ കഴിഞ്ഞ 4 ടേമിലായി തരൂർ പ്രതിനിധീകരിക്കുന്നത്? നോക്കൂ, ഈ 7 ഡെലിഗേഷൻസ് വിദേശ രാജ്യത്തേക്ക് പോയതിൽ ഏറ്റവും, അതായത് ഒരു വിജയം കൈവരിക്കാതിരുന്ന ഒരു ഡെലിഗേഷനല്ലേ ഈ ശശി തരൂരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അദ്ദേഹം ഗയാന, പനാമ, അതുപോലെ കൊളംബിയ, ബ്രസീൽ, US പോയി. അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന് രാജ്യം ഒരു തീവ്രവാദ ആക്രമണം നേരിട്ട ഘട്ടത്തിൽ പോയ ഒരു ഡെലിഗേഷനാണ്. ആ ഡെലിഗേഷൻ ഏതെങ്കിലും പരാജയമെന്ന് ഇതുവരെ ഒരു അഭിപ്രായം കേട്ടിട്ടില്ല. പക്ഷേ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് നയിച്ച ഡെലിഗേഷൻ പരാജയമാണെന്ന് താങ്കൾ ഇവിടെ പറയുന്നു. ഇതാണ് മനോഭാവമെങ്കിൽ ഉദ്ദേശിച്ച വിജയം കൈവരിക്കുവാൻ ആ ടീമിന് കഴിഞ്ഞിട്ടില്ല. കാരണം പ്രധാനപ്പെട്ട രാഷ്ട്ര നേതാക്കന്മാരെ കണ്ട് ചർച്ച നടത്തുവാൻ ആ ടീമിന് കഴിഞ്ഞിട്ടില്ല. നോക്കൂ, ഇന്ത്യയിൽ, അതായത് ഏപ്രിൽ 22-ന് പഹൽഗാം ആക്രമണം നടക്കുമ്പോൾ യുണൈറ്റഡ് നേഷൻസിന്റെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ JD വാൻസിനെയാണ് അദ്ദേഹം ന്യൂയോർക്കിൽ പോയി കണ്ടെത്തുന്നുള്ളത്, വാഷിംഗ്ടണിൽ പോയി കണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇനി നോക്കൂ, ഏതൊക്കെ ഘട്ടങ്ങളിൽ കോൺഗ്രസ് അതിൻ്റെ നയപരമായ നിലപാടെടുക്കുമ്പോൾ ആ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടുള്ളൊരു സമീപനം പൊതുരംഗത്ത് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ വളഞ്ഞിട്ടാക്രമിക്കുവാൻ എതിരാളികൾക്ക് അവസരം ഒരുക്കുകയല്ലേ ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗം ചെയ്യുന്നത്? എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൻ്റെതായ ഒരു ലക്ഷ്മണ രേഖയില്ലേ, ചില അതിർവരമ്പുകളില്ലേ? ആ അതിർവരമ്പുകൾ എന്തുകൊണ്ട് ലംഘിക്കുന്നു? അദ്ദേഹം നോക്കൂ, അദ്ദേഹം എപ്പോഴും അധികാര രാഷ്ട്രീയത്തിലേക്ക് കണ്ണെറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം സെക്രട്ടറി ജനറലായിട്ട് മത്സരിച്ചു. അതിനും ഇന്റർനാഷണൽ കോൺഗ്രസ് അന്നത്തെ മന്ത്രിസഭ അദ്ദേഹത്തിന് പെർമിഷൻ കൊടുത്തു. കോൺഗ്രസിൽ ഇരിക്കുമ്പോൾ കോൺഗ്രസിൽ അധികാരമോഹമില്ലാത്ത ഒരു നേതാവിന്റെ പേര് താങ്കൾക്ക് പറയാൻ പറ്റുമോ? അധികാരമോഹമില്ലാത്ത ഒരു നേതാവിന്റെ പേര് താങ്കൾക്ക് പറയാൻ പറ്റുമോ ശ്രീ രജി? തരൂരിനെ മാത്രം ഇങ്ങനെ വളഞ്ഞു പിടിച്ച് ആക്രമിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ഈ തരൂരിനെ പോലെ ക്വാളിറ്റി ഉള്ള, എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട, ലോകത്തിന് മുന്നിൽ തന്നെ കാണിക്കാൻ പറ്റുന്ന ഒരു വിശ്വപൗരൻ എന്ന നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം കോൺഗ്രസിൽ തന്നെ വേറെയുണ്ടോ? ആ തരൂരിനെയാണ് ഈ രീതിയിൽ കോൺഗ്രസ് നൽകിയ ഔദാര്യങ്ങൾ കാട്ടി നിങ്ങൾ വിലപേശുന്നത്. ഈ കോൺഗ്രസിന്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു അതിർവരമ്പ് മാനിക്കുവാൻ ആ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുമ്പോൾ അദ്ദേഹം തയ്യാറാവേണ്ടതല്ലേ? അദ്ദേഹം അതിൻ്റെ സമുന്നത സമിതിയുടെ അംഗമാണെന്നുള്ള കാര്യം നമ്മൾ എന്തിനാ മറക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാനുള്ള വേദിയിൽ അദ്ദേഹം പറയണ്ടേ? അദ്ദേഹത്തിൻ്റെ കഴിവിനെയോ അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യത്തെയോ ഒന്നും ഞാൻ ഒരു ഘട്ടത്തിലും കുറച്ച് കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ജനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ജനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, അദ്ദേഹം വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതിൽ നിന്ന് തിരിച്ച് ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേദന ഉണ്ടാകും, അവർക്ക് സങ്കടമുണ്ടാകും, അവർക്ക് വിഷമമുണ്ടാകും. കൂടി ഞാൻ റജിയോട് ചോദിക്കുകയാണ്. നോക്കൂ, AICCയിലേക്ക് തരൂരിന് മത്സരിക്കേണ്ടുന്ന സാഹചര്യം എങ്ങനെയുണ്ടായി? അവിടെ മത്സരിച്ച് കഴിവ് തെളിയിച്ചപ്പോഴാണ് പ്രവർത്തക സമിതിയിലേക്ക് അദ്ദേഹം പരിഗണിക്കപ്പെടുന്നതെന്ന് ഓർക്കണം. അതിനുശേഷം ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള കാര്യം നോക്കൂ, നിലമ്പൂർ പോലെ ഒരു ഇലക്ഷൻ ക്ഷണിച്ചില്ല എന്ന് തരൂർ പറയേണ്ടി വരുന്നു. അവിടെ ക്ഷണിക്കാതെ ആയിരിക്കില്ലല്ലോ ഈ AICCയുടെ മറ്റംഗങ്ങൾ വന്നത്. അവർക്ക് ഏതാണ് പരിപാടി, എന്താണ് എന്നുള്ളത് അവരെ അറിയിപ്പിച്ചിട്ടും, തീയതി അറിയിപ്പിച്ചിട്ടും, പരിപാടി നിശ്ചയിച്ച് അറിയിച്ചിട്ടുമായിരിക്കുമല്ലോ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വന്നുപോയത്. തരൂരിന് ഒരു മിസ് കോൾ പോലും കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് പറയേണ്ടി വരികയാണ്. അപ്പോൾ എവിടെയാണ് പരിഗണന ലഭിക്കുന്നത്? എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത്? അപ്പോൾ അവിടെയെല്ലാം മാറ്റി നിർത്തപ്പെടുന്നു. അത് അദ്ദേഹത്തിന് പുറമേക്ക് വന്ന് പറയേണ്ടി വരുന്നു. അതിന് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അത്
എങ്ങനെയാണോ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ആ അവസരങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്നു എന്ന് കണ്ടാൽ പോരെ? നോക്കൂ, ഒരിക്കലും അദ്ദേഹത്തെ അവഗണിക്കുക ഉണ്ടായതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം സ്റ്റാർ ക്യാമ്പയിനറായി അദ്ദേഹത്തിൻ്റെ പേര് ഇലക്ഷൻ കമ്മീഷനിൽ നൽകിയിട്ടുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിനെ വിളിച്ചില്ല എന്ന് പറയുന്നതിൽ ഒരു വൈരുദ്ധ്യം കൂടി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെ പലപ്പോഴും ആ വൈരുദ്ധ്യം പ്രകടമാകും. ഇവിടെയുമുണ്ട്. മുൻ KPCC പ്രസിഡന്റായ ശ്രീ K. സുധാകരൻ അദ്ദേഹം ഒരിക്കൽ ഒരു പ്രസ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞു, ഞാൻ പലതവണ ശശി തരൂരിനെ ടെലിഫോണിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം ഫോൺ എടുത്തില്ല എന്നൊരു പരാതി പറഞ്ഞത് ശ്രീമതി രേണുകയും ഓർത്തിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് ഒരു ശശി തരൂരല്ലേ എനിക്ക് എന്നെ വിളിക്കുന്ന എല്ലാവരുടെയും ഫോൺ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ എടുക്കാൻ പറ്റില്ല. നമുക്ക് തിരക്കാണെങ്കിൽ എടുക്കാൻ പറ്റില്ല. അതൊക്കെ ഒരു ന്യായമാണ്. ഒരു പാർട്ടിയുടെ പരമോന്നത സമിതിയിലെ അംഗത്തിന് ഏത് ഘട്ടത്തിലും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ശക്തി പകരുവാൻ വേണ്ടി ആ മണ്ഡലത്തിൽ സന്ദർശിക്കുവാനുള്ള ഒരു ബാധ്യതയല്ലേ, ഒരു ഉത്തരവാദിത്വമില്ലേ? അതല്ലേ ഒരു കമ്മിറ്റ്മെന്റ്? അതല്ലേ ആ പാർട്ടിയോടുള്ള ഒരു കൂറും വിശ്വസതയും? ശശി തരൂരിനെ പോലെയുള്ള ഒരാൾ ആ മണ്ഡലത്തിൽ വന്ന് വെറുതെ കറങ്ങി ഒരു പ്രവർത്തകനെ പോലെ പോകാൻ പറ്റുന്ന ഒരാളാണോ? അല്ലെങ്കിൽ അങ്ങനെ പിന്തുണ അറിയിച്ച് പോകാൻ വേണ്ടി മാത്രമാണോ? കൃത്യമായും നമുക്കറിയാം, പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ടെങ്കിൽ അവർ ഏത് പരിപാടികളിൽ പങ്കെടുക്കണം എന്നൊരു ആശയവിനിമയം നടക്കും. അവരെ അത് അറിയിക്കും. എന്നിട്ടായിരിക്കും അവർ അവിടെ വന്ന് പോവുക. അല്ലാണ്ട് ലിസ്റ്റിൽ പേരുണ്ട് നിങ്ങൾ അങ്ങ് എത്തിക്കോ എന്ന് പറയില്ലല്ലോ. അപ്പോൾ അതൊക്കെ വളരെ കൃത്യമായും അച്ചടക്കത്തോടെയുമാണ് നിലമ്പൂരിൽ നടന്നത്. പക്ഷേ തരൂരിനെ വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചു. തരൂർ അതിന് എങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് ആ നിലയിൽ പ്രതികരിക്കുകയും ചെയ്തു. ഞാൻ വരാം, അത് ഉചിതമാണോ അല്ലേ എന്നത് നമുക്ക് പരിശോധിക്കാം. ശ്രീ ഷാബു, ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പല ഡെലിഗേഷൻ പല രാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്നു. അവർ അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നു. അതിനുശേഷം ഇപ്പോൾ മറ്റൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് റഷ്യയിലാണ് ശശി തരൂർ. അവിടെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി അദ്ദേഹം ചർച്ചകൾ നടത്തുന്നു. ആ കാര്യം ധരിപ്പിക്കാൻ അദ്ദേഹം വീണ്ടും ഡൽഹിയിലെത്തും. അവിടെ നിന്ന് അടുത്ത രാഷ്ട്രങ്ങളിലേക്ക് പോകും എന്നൊക്കെയാണ് പറയുന്നത്. ഈ നയതന്ത്രപരമായ കാര്യങ്ങൾ നിറവേറ്റാൻ കോൺഗ്രസ് MP അല്ലാതെ മറ്റൊരു വ്യക്തി BJPയിൽ ഇല്ല എന്നാണോ? തരൂർ ഇല്ലെങ്കിൽ നിങ്ങൾ ആകെ വലഞ്ഞു പോയേനെ. രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി രാജ്യത്തിന്റെ കാര്യങ്ങൾ ലോകത്തിനോട് പറയാൻ നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിൽ ഏറ്റവും നല്ല ആൾക്കാരെ എടുക്കും. അത് രാജ്യം ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണത്. അതിന് ശശി തരൂർ കോൺഗ്രസ്സുകാരനാണോ അല്ലെങ്കിൽ BJPക്കാരനാണോ കമ്മ്യൂണിസ്റ്റുകാരനാണോ എന്നുള്ളതൊന്നും അല്ല അവിടുത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഇവർ തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ, അതിനുള്ള യോഗ്യതയുണ്ടോ, രാഷ്ട്രത്തിനോട് അതിൻ്റെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ? ഇത് മാത്രമാണ് അതിൻ്റെ ക്രൈറ്റീരിയ. ഇത് മാത്രം. അങ്ങനെയുള്ളവരിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പറ്റിയ ഒരാളെ, ഗവൺമെൻറ്റിന് തോന്നുന്ന ഒരാളെ എടുക്കും. ഇത് തന്നെ പണ്ട് നരസിംഹറാവു ചെയ്തിട്ടുണ്ട്. എല്ലാ സർക്കാരുകളും ചെയ്യുന്ന ഒരു കാര്യമാണത്. എനിക്ക് ഇവിടെ ഇപ്പോൾ ഒരു കാര്യമുണ്ട്. കോൺഗ്രസിൻ്റെ അകത്ത് എന്തിന് തരൂരിനെ അവഗണിക്കുന്നു, അതൊക്കെ അവരുടെ ഇൻറ്റേർണൽ മാറ്ററാണ്. അതിൻ്റെ അകത്തൊന്നും മറ്റൊരാൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഞാനും അതിൻ്റെ അകത്ത് അഭിപ്രായം പറയുന്നില്ല. പക്ഷേ എന്നെ ആശങ്കപ്പെടുത്തുന്ന വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, തരൂർ പാർട്ടിയുടെ ലക്ഷ്മണരേഖ ലംഘിക്കുന്നു, പാർട്ടിയുടെ പ്രവർത്തകർക്ക് വേദനയുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്നു. ഇതൊന്നുമല്ല ഒരു കോൺഗ്രസ്സുകാരനിൽ നിന്ന് പാർട്ടിയും ജനങ്ങളും പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുമ്പോൾ, അപ്പോൾ എന്തൊക്കെയാണ് ഈ കോൺഗ്രസ്സുകാരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ? അദ്ദേഹം രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു, രാജ്യത്തിന് വേണ്ടി സംസാരിച്ചു, ലോകരാജ്യങ്ങളിൽ സഞ്ചരിച്ചു. നമ്മുടെ രാഷ്ട്രത്തിനെ പരമാവധി എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാമോ, എന്തൊക്കെ ചെയ്യാമോ ആ മാക്സിമം കമ്മിറ്റ്മെൻറ്റോടുകൂടി പ്രവർത്തിച്ചു. കോൺഗ്രസ്സുകാർക്ക് വേദനയുണ്ടാക്കിയ, കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേദനയുണ്ടാക്കിയ ഒരു കോൺഗ്രസ്സുകാരൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ആണത്. മറ്റൊന്ന്, അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറച്ച് പ്രശംസിച്ച് സംസാരിച്ചു. ഇന്ത്യ ഭരിക്കുന്ന ഒരു രാജ്യത്തെ, നാട് ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പ്രധാനമന്ത്രിയെ പറ്റി നല്ലത് പറയുന്നു. അത് കോൺഗ്രസ്സുകാരെ വേദനിപ്പിക്കുന്നു, കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ വേദനിപ്പിക്കുന്നു. ഇതൊന്നും ഒരു കോൺഗ്രസ്സുകാരൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇതൊക്കെ ഒരു കോൺഗ്രസ്സുകാരൻ്റെ അച്ചടക്കത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് നമുക്ക് കുറച്ച് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. അപ്പോൾ എന്താണ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ പ്രയോറിറ്റി എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്, വലിയ ഒരു ചോദ്യമാണ്. അവിടെയാണ് ഈ പാർട്ടി ജനങ്ങളുടെ മുമ്പിൽ കുറ്റവാളികളാകുന്നത്, നമ്മൾ ചോദ്യം ചെയ്യുന്നു. നോക്കൂ, ശശി തരൂർ മാത്രമല്ലല്ലോ ഈ ഡെലിഗേഷനുമായിട്ട് പുറത്തു പോയത്. ഇപ്പം മമതാ ബാനർജിയുടെ
തൃണമൂൽ കോൺഗ്രസ് ഒഴിച്ച് ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ആൾക്കാർ പോയിട്ടുണ്ട്. ജോൺ ബ്രിട്ടാസ് പോയിട്ടുണ്ട്, കനിമൊഴി പോയിട്ടുണ്ട്, ഒവൈസി പോയിട്ടുണ്ട്. ഇവരാരും നരേന്ദ്രമോദിയുടെ ഘടകകക്ഷികളോ ഇപ്പോഴും നരേന്ദ്രമോദിയെ ഇങ്ങനെ പ്രശംസിക്കുന്നവരോ അല്ല. കോൺഗ്രസിനെ പോലെയോ അതിനേക്കാൾ ശക്തമായിട്ടോ മോദിയെയും BJP-യെയും കേന്ദ്ര ഗവൺമെന്റിനെയും വളരെ ഷാർപ്പായ ഭാഷയിൽ, മൂർച്ചയുള്ള ഭാഷയിൽ വിമർശിക്കുന്നവരാണ്. അവരുടെ പാർട്ടിയിൽ നിന്നോ അവർക്കോ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ലല്ലോ. തീർച്ചയായും യാതൊരു വിഷയമുണ്ടല്ലോ. അവർ ആ ഡെലിഗേഷന്റെ ഭാഗമായി നമുക്കറിയാം, ആ ഡെലിഗേഷൻ ഒക്കെ നടന്നു. അതിനുശേഷം അവരൊക്കെ തിരിച്ചെത്തി. എല്ലാവരും അവരെ ഏൽപ്പിച്ച ദൗത്യം വളരെ കൃത്യമായി തന്നെ നിറവേറ്റി. പക്ഷേ തരൂരിന്റെ കാര്യത്തിൽ അത് മാത്രമല്ല, ഇപ്പോൾ പാർട്ടിയോട് ചോദിക്കാതെ അദ്ദേഹം വീണ്ടും വിദേശയാത്രയ്ക്ക് പോയിരിക്കുന്നു. എന്താണ് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്നതിൽ വ്യക്തതയില്ല. അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ നമുക്ക് വിദേശകാര്യ മന്ത്രിയുണ്ട്, സഹമന്ത്രിയുണ്ട്, മറ്റ് ഡിപ്ലോമാറ്റിക് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ നയതന്ത്ര തലത്തിൽ ആശയവിനിമയങ്ങൾ നടത്തണമെങ്കിൽ അതൊക്കെ സാധിക്കാൻ അതിനൊക്കെ യോജിച്ച അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വേറെയുമുണ്ട്. അപ്പോൾ ഒരിടത്ത് പ്രശ്നമുണ്ടെങ്കിൽ അവിടെ കുളം കലക്കി എങ്ങനെ മീൻ പിടിക്കാം എന്നതിന്റെ ഉദ്ദേശത്തോടു കൂടിയാണ് തരൂരിനെ വീണ്ടും വീണ്ടും ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നതെന്നാണ്. 2014 മുതൽ 2021 വരെ ഏതാണ്ട് 34% MP-മാരും MLA-മാരും പാർട്ടി മാറ്റി BJP-യിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ 222 പേർ കോൺഗ്രസിൽ നിന്നുള്ളവരാണ്. ഇത്രയും കിട്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ ആളില്ല, നിങ്ങളിൽ ഉള്ളവരില്ല, കൊണ്ടുവന്നവരില്ല. ഇനി തരൂരിനെ കൂടി കൊണ്ടുവന്നാലേ ഇതൊക്കെ നടക്കുകയുള്ളൂ എന്ന സ്ഥിതിയാണോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, ഞാനതല്ല ആലോചിക്കുന്നത്. ഞാനിപ്പം മറ്റേത് പാർട്ടി ആയിരുന്നെങ്കിലും ഇപ്പൊ കോൺഗ്രസ് അവരുടെ എത്രയോ നല്ല ഒരു അവസരമാണ് അവർ കളഞ്ഞു കുളിച്ചത് എന്ന് ആലോചിച്ചത്. സത്യത്തിൽ അവരിപ്പോൾ ഇത് ആഘോഷിക്കേണ്ട ഒരു കാര്യമാണ്. ഒരവസ്ഥ, ഒരു പ്രതിസന്ധി വന്നപ്പോൾ, ഒരാവശ്യം വന്നപ്പോൾ ഞങ്ങളുടെ MPയെ അല്ലേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ എന്ന് ചോദിക്കാവുന്ന ഒരവസരമാണ് ഈ കോൺഗ്രസ് കൊണ്ടുപോയി കളയുന്നതെന്നുള്ളത്. ഗവൺമെന്റിന്റെ മുമ്പിൽ എന്താണ്? ശശി തരൂരിന് അതുപോലെയുള്ള ഇന്റർനാഷണൽ എക്സ്പോഷർ ഉണ്ട്. അദ്ദേഹം ഒരു അന്താരാഷ്ട്ര വിദഗ്ധനാണ്. അദ്ദേഹത്തിന്റെ ആ വൈദഗ്ധ്യമാണ് ഗവൺമെന്റ് ഉപയോഗിക്കുന്നത്. അല്ല ശശി തരൂർ എന്ന കോൺഗ്രസ്സുകാരനെ അല്ല. ശശി തരൂർ എന്ന ആ ഒരു അന്താരാഷ്ട്ര നയതന്ത്ര മേഖലയിൽ ഒരുപാട് പ്രവൃത്തി പരിചയമുള്ള ഒരു മനുഷ്യന്റെ എക്സ്പെർട്ടീസാണ് ഉപയോഗിക്കുന്നത്. അത് ഈ ശശി തരൂരിൻ്റെയോ കോൺഗ്രസിൻ്റെയോ മാത്രമല്ല. ശശി തരൂരിൻ്റെ എക്സ്പെർട്ടീസ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ സമ്പത്താണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും വൈദഗ്ധ്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ മാത്രമല്ല, ഇത് ഈ രാജ്യത്തിൻ്റെയാണ്. രാജ്യത്തിനൊരാവശ്യം വരുമ്പോൾ അവരെ ഓരോരുത്തർക്കൊണ്ട് ചെയ്യാവുന്നത് മുഴുവൻ ചെയ്യുക. ഇതൊരു സിമ്പിൾ ലോജിക്കല്ലേ. കളഞ്ഞു കുളിച്ചു എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ ഇപ്പോൾ പക്ഷിക്ക് വേണമെങ്കിൽ പറക്കാം, ആരുടെ അനുവാദം ആവശ്യമില്ല, ആകാശം ആരുടേതും അല്ല എന്ന ഒരു മെസ്സേജ് തരൂർ നൽകുന്നു. അപ്പോൾ അദ്ദേഹം ഓർത്തിരിക്കേണ്ടത്, അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് വിട്ട ജനങ്ങളെയെങ്കിലും അദ്ദേഹം ഓർക്കേണ്ടതാണ്. അദ്ദേഹം എന്ത് പറഞ്ഞാണ് വോട്ട് തേടിയത്, ആ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം എന്താണ് എന്നത് കൂടി ഓർക്കണം. അത് അദ്ദേഹം ചെയ്തില്ല. ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിൽ എത്തി നിൽക്കുമ്പോഴാണ് മാധ്യമങ്ങളെ കണ്ട് എനിക്ക് പാർട്ടിയായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് തുറന്നു പറയുന്നു. കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന തരത്തിൽ നിലമ്പൂരിൽ പോകാത്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയുന്നു. തരൂർ ഒരുപാട് സർജിക്കൽ സ്ട്രൈക്ക് ഇതിനോടകം കോൺഗ്രസിൽ ചെയ്തിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ നോക്കൂ, ഇത്തവണ ഷൗക്കത്തിന് അദ്ദേഹം ആശംസകൾ നേർന്നയച്ച പോസ്റ്റിന് താഴെ പോയി നോക്കിയാൽ എന്താണ് തരൂരിനോടുള്ള ആളുകളുടെ ഇപ്പോഴത്തെ വികാരം എന്ന് വ്യക്തമാകും. അപ്പോൾ സ്വയം കുഴി തോണ്ടുന്ന പരിപാടിയാണോ തരൂർ കാണിക്കുന്നത്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആദ്യം തന്നെ ശ്രീ ഷാബു പ്രസാദ് ജി പറഞ്ഞതിനോട് 101% യോജിക്കുന്നു. യഥാർത്ഥത്തിൽ ശ്രീ ശശി തരൂർ മാത്രമല്ല, നമ്മളെല്ലാവരും രാജ്യത്തിന്റെ അസറ്റാണ്. ആദ്യം രാജ്യം, പിന്നെ പാർട്ടി. അങ്ങനെ ഒരു നിലപാടിലേക്ക് എല്ലാവരും വരണം. ശശി തരൂർ ഒരു കൺവെൻഷണൽ പൊളിറ്റീഷ്യൻ അല്ല. നമ്മുടെ ശ്രീ സുരേഷ് ഗോപി ഒരു കൺവെൻഷണൽ പൊളിറ്റീഷ്യൻ അല്ല. ഇവരെല്ലാം മറ്റു മേഖലകളിൽ അവരുടെ പ്രാഗൽഭ്യവും പ്രാവീണ്യവും കണ്ട് പൊതുരംഗത്തേക്കും കൂടെ കടന്നു വന്നവരാണ്. ശ്രീ ശശി തരൂർ ഇന്ത്യയുടെ ഏറ്റവും വലിയ സോഫ്റ്റ് പവർ അസറ്റാണ്. അദ്ദേഹത്തെ ആ രീതിയിൽ തന്നെ കാണണം. ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത് ശ്രീ ശശി തരൂർ തിരിച്ചു വന്നാൽ ലോകസഭയിൽ അടക്കം ഒരു ചർച്ച ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ഓപ്പൺ ചെയ്യിക്കണമായിരുന്നു. എന്നിട്ട് സുരക്ഷാ വീഴ്ചയെക്കുറിച്ചും ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും അക്കൗണ്ടബിലിറ്റിയെക്കുറിച്ചും ശശി തരൂരിനെ കൊണ്ടാണ് സംസാരിപ്പിക്കേണ്ടത്. ഇത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയല്ലോ. മല്ലികാർജുന ഖാർഗെ വലിയ നേതാവാണ്, പ്രമുഖനാണ്, വലിയ ദളിത് നേതാവാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ മല്ലികാർജുന ഖാർഗെ കോൺഗ്രസിന്റെ
പ്രസിഡന്റ് ആക്കുന്നതിന്റെ പിന്നിലെ താല്പര്യം എന്താണ്? അദ്ദേഹം ദളിതനായതുകൊണ്ടൊന്നും അല്ലല്ലോ. ശശി തരൂർ മത്സരിച്ചാൽ ശശി തരൂർ ജയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ശ്രീമതി സോണിയാഗാന്ധി, ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ അനുമതിയോടുകൂടി ദിഗ്വിജയ് സിംഗ് അടക്കം മുമ്പോട്ട് വെച്ച് തരൂറിന്റെ കാൻഡിഡേറ്റ്സിയെ തോൽപ്പിക്കാൻ ശ്രമിച്ച ആളല്ലേ. കോൺഗ്രസ് കഴിവുള്ളവരെ ഉപയോഗിക്കാൻ കഴിയണം. ഇത് തന്നെയാണ് മുമ്പ് ശ്രീ പ്രണബ് കുമാർ മുഖർജിയോട് പറ്റിയത്. കുറച്ചുകൂടെ രാഷ്ട്രീയപരമായി പറഞ്ഞാൽ കോൺഗ്രസ്സിൽ എന്നും ഒരു സെന്റർ റൈറ്റ് സ്പേസ് ഉണ്ടായിരുന്നു, മധ്യ വലത് അല്ലെങ്കിൽ വലത് സ്പേസ്. ഈ വലത് സ്പേസിനെ മഹാത്മാഗാന്ധി സർദാർ വല്ലഭായ് പട്ടേലിനെ ഉപയോഗിച്ചാണ് മാനേജ് ചെയ്തിരുന്നത്. ഈ ലെഫ്റ്റ് ലിബറൽ എന്ന് പറയുന്ന സ്പേസിനെ നെഹ്റുജി ഉപയോഗിച്ചു. അന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിന്റെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്ന പ്രസ്ഥാനത്തിന്റെ വലതോട്ടുള്ള സ്പെക്ട്രത്തിലാണ് നമ്മുടെ സർദാർ പട്ടേൽ, സി രാജഗോപാലാചാരി അടക്കം ഒരുപാട് പേർ, അന്നത്തെ ശ്രീ ശ്യാം പ്രസാദ് മുഖർജി അടക്കം കോൺഗ്രസ് മന്ത്രിസഭയിൽ ചേരുന്നത് അങ്ങനെയാണ്. ഈ ഹിന്ദു റൈറ്റ് എന്നോ സോഫ്റ്റ് റൈറ്റ് എന്നോ ഒക്കെ വിളിക്കുന്ന വലിയൊരു സ്പേസിനെ മഹാത്മാഗാന്ധി ഒരു തീവ്ര ഹിന്ദുത്വവാദിയായ ഗോഡ്സെ കൊന്നതിന് ശേഷവും നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ മരണത്തിന് ശേഷവും കോൺഗ്രസിന് മാനേജ് ചെയ്യാൻ പറ്റാതായി. നെഹ്റുജിയുടെ താഴെ അതൊരു ലെഫ്റ്റ് വിങ്ങോ സെൻട്രൽ ലെഫ്റ്റ് പാർട്ടി മാത്രമായി പോയി. ഈ മധ്യ വലതിലേക്കോ വലതിലേക്കോ നിൽക്കുന്നവരെ കൂടെ നിർത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് പൂജനീയ ഡോക്ടർ ജി, ആദ്യത്തെ സർസംഘ് ചാലക്, അദ്ദേഹം ആദ്യം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. അന്ന് കോൺഗ്രസിലുണ്ടായിരുന്ന പലരും ഈ വലതോട്ട് ചാഞ്ഞു നിൽക്കുന്നവർ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ തടയാൻ കഴിയുന്നില്ല. എന്തിന്? ഭാരതരത്ന പിന്നീട് പ്രസിഡന്റായ പ്രണബ് കുമാർ മുഖർജി അടക്കം RSSന്റെ ആസ്ഥാനത്തേക്ക് പോയതിന് കോൺഗ്രസ്സുകാരുടെ ഭാഗത്ത് നിന്ന് എത്ര വിമർശനവും ചീത്തയും കേട്ടു. പ്രണബ് കുമാർ മുഖർജി പറയുന്നുണ്ട്, ഞാൻ സിംഹത്തിന്റെ മടയിൽ ചെന്നിട്ട് അവിടെ മതസൗഹാർദ്ദവും ബഹുസ്വരതയും വേണമെന്നാണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അപ്പം കോൺഗ്രസിനുള്ളിലെ ഈ സെന്റർ റൈറ്റ് സ്പേസ്, മധ്യ വലത് സ്പേസ്, സോഫ്റ്റ് ഹിന്ദു സ്പേസ്, സോഫ്റ്റ് ഹിന്ദുത്വമല്ല സോഫ്റ്റ് ഹിന്ദു സ്പേസ്, ഇതാണ് ശശി തരൂർ രാഷ്ട്രീയപരമായി കൈകാര്യം ചെയ്യുന്നത്. ഇതിനെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നതിന് പകരം ഇതിനെ തെള്ളിക്കളയുന്ന ഒരു മനോഭാവമാണ്. ഉദാഹരണം, ചെങ്കോലിന്റെ വിഷയം വന്നു. ശ്രീ ശശി തരൂർ വളരെ പോസിറ്റീവായ സമീപനമാണ് എടുത്തത്. തമിഴ് സംസ്കാരത്തിന്റെ ഭാഗമാണ്, ചെങ്കോല് ലോകസഭയിൽ വേണമെന്നുള്ള നിലപാടാണ്. കോൺഗ്രസിൽ ശ്രീ MMSN സാർ അടക്കമുള്ളവർ പറഞ്ഞു ശശി തരൂർ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ. അപ്പം കോൺഗ്രസിന്റെ ഈ ലെഫ്റ്റ് മതേതരത്വം എന്ന് പറയുന്ന ഒരു നിലപാട് തറയോട് മാത്രം ചേർന്ന് സെൻട്രലിലോ സെന്റർ റൈറ്റിലോ നിൽക്കുന്നവരെ കോൺഗ്രസ് അക്കോമഡേറ്റ് ചെയ്യുന്നില്ല. അതാണ് രാഷ്ട്രീയപരമായ പ്രശ്നം. രണ്ട്, ശശി തരൂറിന്റെ കഴിവ് വളരെ അധികമാണ്. ഏറ്റവും ബഹുമാനത്തോടെ പറഞ്ഞോട്ടെ, ആദിർ രഞ്ജൻ ചൗധരി എന്ന് പറയുന്ന വ്യക്തിയെ കോൺഗ്രസ് അവരുടെ പാർട്ടിയുടെ ഹെഡാക്കി ലോക്സഭയിൽ. ഒരിക്കൽ സോണിയാഗാന്ധി മാഡം തലയിൽ കൈവച്ച് ഇദ്ദേഹം സംസാരിക്കുമ്പോൾ ഇരുന്നിട്ടുണ്ട്. KC വേണുഗോപാലിനോട് തിരിഞ്ഞ് സോണിയ മാഡം ചോദിക്കുന്നതിന്റെ വിഷ്വൽസ് ഇന്നും അവൈലബിൾ ആണ്. ഇയാൾ എന്താണ് ഈ പറയുന്നത്? അതായത് കാശ്മീർ പോലെ സെൻസിറ്റീവായ വിഷയത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തണമെന്നൊക്കെ പറഞ്ഞ് BJP-ക്കാർക്ക് ലെഗ് സൈഡിൽ ഫുൾ ടോസ് ഇട്ട് കൊടുക്കുകയാണ് 6 അടിക്കാൻ. ശ്രീ ശശി തരൂർ അതൊക്കെ ആയിരുന്നെങ്കിൽ എത്ര മനോഹരമായി BJP-യെ കൗണ്ടർ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം കോൺഗ്രസിന്റെ പ്രശ്നം ഈ ലെഫ്റ്റ് വിങ് മാത്രമാണെന്നും സെന്റർ ലെഫ്റ്റ് ആണെന്നും മാത്രം പൊസിഷൻ ചെയ്യുന്നതുകൊണ്ടാണ്. കേരളത്തിൽ CPM ഉള്ളതുകൊണ്ട് നമ്മൾ കോൺഗ്രസ്സുകാരെ വലതുപക്ഷക്കാരെന്ന് വിളിക്കുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഒരു സെന്റർ ലെഫ്റ്റ് പാർട്ടിയാണ്. ഈ സെന്റർ റൈറ്റ് ഉള്ള ശശി തരൂർ എന്ന ഇത്രയും കഴിവുള്ള വിശ്വപൗരനെ കൂടെ നിർത്താൻ കഴിയുന്നില്ല. രണ്ട്, എല്ലാ ബഹുമാനത്തോടും കൂടെ പറഞ്ഞോട്ടെ, ശശി തരൂർ അല്ല മറ്റൊരു കോൺഗ്രസ്സുകാരനാണ് തിരുവനന്തപുരത്ത് നിന്നിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കില്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ? ഈ നായർ വോട്ടുകൾ കുറെ കൂടെ രാജീവ് ചന്ദ്രശേഖർക്ക് പോയാൽ 15,000 വോട്ടുകളേ ഉള്ളൂ. ആ നായർ വോട്ടുകളും കോസ്റ്റൽ ഏരിയയിലെ വോട്ടുകളും കൂടെ അപ്പുറത്തോട്ട് പോയാൽ ഇവിടെ BJP ഈസിയായിട്ട് ജയിക്കും. അപ്പൊ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ വാല്യൂ മനസ്സിലാകാതെ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി എടുക്കുന്ന ഒരു സെൻട്രിസ്റ്റ് പൊളിറ്റിക്സ്, മധ്യവർത്തി പൊളിറ്റിക്സ് എന്നോ അല്ലെങ്കിൽ സെന്റർ റൈറ്റ് പൊളിറ്റിക്സ് എന്നോ ഇത് മനസ്സിലാക്കാതെ ശശി തരൂർ എന്തോ വർഗീയതയോട് ചേരുകയാണ്. ശശി തരൂർ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോവാണ്. ഇയാൾക്ക് എന്ത് സ്ഥാനം കൊടുക്കണം? ഈ ശശി തരൂർ എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ജനറൽ ആയിട്ട് മത്സരിച്ച വ്യക്തിക്ക് എന്ത് സ്ഥാനം കൊടുക്കാണ് ഇനി? അവിടെയാണ് ശശി തരൂറിന്റെ സ്റ്റേച്ചറിനെ മനസ്സിലാക്കി, അദ്ദേഹം എന്ന വിശ്വപൗരന്റെ നന്മയെ മനസ്സിലാക്കി അദ്ദേഹം അടക്കമുള്ളവരെ കൂടെ നിർത്തണം. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല. പ്രണബ് കുമാർ മുഖർജി ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ദിവാലിക്ക് ശങ്കരാചാര്യരെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യൻ ഭരണകൂടവും ഇന്ത്യൻ മതേതരത്വവും എത്തുന്നു എന്ന്. ഇത് പ്രണബ് കുമാർ മുഖർജി തന്നെ പറയുന്നതാണ്. അതായത് ഈ റൈറ്റ് ലീനിങ് സ്പേസിൽ നിൽക്കുന്നവരൊന്നും നിങ്ങളെല്ലാം വളരെ പിന്തിരിപ്പന്മാരാണ്, നിങ്ങൾ മതേതര വിരുദ്ധരാണ്, നിങ്ങളെല്ലാം മറ്റേ പുറമ്പോക്കിലുള്ളവരാണ് എന്ന് കരുതി അവരെ സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് പാടില്ല. നേരെ മറിച്ച് ശശി തരൂർ പോലെ ഹിന്ദു അടക്കം എഴുതുന്നവരെ കൂടെ നിർത്താൻ കോൺഗ്രസ് കഴിയണം. നഷ്ടപ്പെട്ടാൽ അത് കോൺഗ്രസിന്റെ അത് താങ്കൾ വിശദീകരിച്ചല്ലോ ശ്രീ രാഹുൽ ഈശ്വർ. ഞാൻ പറയുന്ന ഒരു വ്യക്തിയുടെ സ്റ്റേച്ചർ, ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തികളും അതിൽ ഉൾക്കൊള്ളുമല്ലോ. നോക്കൂ, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച് ജയിച്ച ഒരു MP ആണ്. അപ്പോൾ ആ പാർട്ടിയോട് അദ്ദേഹം കാണിക്കേണ്ടുന്നതായ, അതിൽ നിൽക്കുന്നത് വരെ കാണിക്കേണ്ടതായ ചില ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ, അത് അദ്ദേഹം കാണിക്കുന്നുണ്ടോ? അതാണ് ഞാൻ ചോദിച്ചത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും കോൺഗ്രസിനെ സംബന്ധിച്ച് ആ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നത് കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നറിയാം. ആ അവസരം പോലും ഉപയോഗപ്പെടുത്തുന്നു തരൂർ എന്ന് വരുന്നിടത്ത്
അദ്ദേഹത്തിന്റെ തന്നെ വില കളയുകയല്ലേ എന്നതാണ് എന്റെ ചോദ്യം. അല്ല, അവിടെയാണ് ശ്രീ ശശി തരൂരിനെ പോലൊരു വ്യക്തി അത്തരം ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ വെച്ച് പറയുന്നതല്ല. അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയും. അദ്ദേഹം അന്ന് മാധ്യമങ്ങളെ കാണുന്നില്ല എന്നൊരു തീരുമാനമെടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് ഈ വിഷയങ്ങളൊന്നും മാറില്ലല്ലോ. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ഓപ്പൺ പേഴ്സൺ ആണ്. അദ്ദേഹത്തെ പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് പറയാം, വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ മാധ്യമങ്ങൾക്കും അറിയായിരിക്കും. അദ്ദേഹം ചോദിക്കുമ്പോൾ തന്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു, അല്ലെങ്കിൽ വെട്ടിത്തുറന്നല്ല, നല്ല ഭാഷയിൽ നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ പറയുന്ന ഒരു വ്യക്തി എന്നതിനപ്പുറം അദ്ദേഹം ഇത്രയും കുറുക്കുടായിട്ടൊന്നും ചെയ്യുന്നൊരു വ്യക്തിയല്ല. ശ്രീ വി ഡി സതീശൻ നമ്മുടെ ഊതിപ്പെരുപ്പിച്ച ബലൂണാണ് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞപ്പോൾ ശശി തരൂർ സാർ വളരെ തുറന്നു പറഞ്ഞല്ലോ, പരിഹാസമൊന്നുമല്ല, എനിക്കത് കേട്ടിട്ട് വിഷമം ഉണ്ടായി. അദ്ദേഹം വളരെ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ പരിചയമില്ലാത്തൊരു രീതിയാണ് അദ്ദേഹത്തിന്. നേരെ പോകുന്ന പറയുന്ന രീതിയിൽ വളരെ നിഷ്കളങ്കമാണ് എന്ന് എന്തായാലും എനിക്ക് വിശ്വസിക്കുക വയ്യ. ഞാൻ രാഹുലിലേക്ക് തിരിച്ചെത്താം. ശ്രീ റെജി ലൂക്കോസ്, ശശി തരൂരിനെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറം നിന്ന് അഭിപ്രായങ്ങൾ പറയുന്നത് നമ്മൾ നിരവധി തവണ കണ്ടിട്ടുണ്ട്. പിണറായി വിജയനെ പ്രശംസിച്ചും പലതവണ തരൂർ രംഗത്ത് വന്നിട്ടുണ്ട്. അന്നൊക്കെ അത് കൊള്ളാം, തരൂർ വന്നോട്ടെ എന്ന ഒരു നിലപാട് ഇടതുപക്ഷത്തിനും ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. ആ നിലയ്ക്ക് തന്നെയാണോ മോദി സ്തുതിയെയും കാണുന്നത്, ഇപ്പോഴത്തെ സാഹചര്യങ്ങളെയും കാണുന്നത്? അങ്ങനെയൊന്നുമല്ല ശശി തരൂരിനെ വിലയിരുത്തേണ്ടത്. ശശി തരൂർ എന്ന് പറഞ്ഞ വ്യക്തിത്വത്തിനെ 1% പോലും മനസ്സിലാക്കാനോ അതല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് തങ്ങൾക്കൊരു വിലകുതടിയാവുന്നുള്ള ഭയത്താൽ അദ്ദേഹത്തിനെ പുറത്തേക്ക് തള്ളി കോൺഗ്രസ് പലരെയും BJP സംഭാവന ചെയ്തിട്ടുണ്ട്. അതിലിപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുണ്ട്, 8ഓളം മുൻ മുഖ്യമന്ത്രിമാരുണ്ട്, 120ഓളം ഇപ്പോഴത്തെ പാർലമെന്റിലെ ലോക്സഭയിലെ മെമ്പർമാരുണ്ട്. അങ്ങനെയുള്ള പ്രശസ്തരായ ഒരുപാട് വ്യക്തികളെ അവര് BJP സംഭാവന ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അവസാനം ഈ രാജ്യത്തിന്റെ മുഖത്ത് വെച്ച് വിരൽ വെച്ച ഒരു വ്യക്തിത്വമുണ്ട്, ഇന്ത്യൻ പാർലമെന്റിലെ ഗർജിക്കുന്ന സിംഹം. അതിലുപരിയായിട്ട് കൃത്യമായ കാര്യങ്ങൾ സംസാരിക്കുന്ന നമ്പർ 1 അഭിഭാഷകൻ കപിൽ സിബലിന് അദ്ദേഹം പിന്നെ മാന്യത കൊണ്ട് സമാജ്വാദി പാർട്ടിയിലേക്ക് പോയി. ഗുലാം നബി ആസാദിനെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പിന്നെ BJP ചേർന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ ഫിഗർ, അതിലുപരിയായിട്ട് ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലായ ഒരു സംഭവം പറയാം. നെഹ്റു കുടുംബം കഴിഞ്ഞ് അറിയപ്പെടുന്ന ഇന്നത്തെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവായി കഴിഞ്ഞ 19 വർഷം കൊണ്ട് 18 വർഷം കൊണ്ട് ശശി തരൂർ ഉയർന്നു. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഈ ശശി തരൂരിന്റെ നേരത്തെ ഇവിടെ എന്റെ പ്രിയ സുഹൃത്ത് രാഹുൽ പറഞ്ഞ പോലെ വീർപ്പിച്ച ബിംബമാണെന്നൊക്കെ BD സതീശനെ പോലെ ചെറിയ മനസ്സിന്റെ ഉടമകൾ പറഞ്ഞപ്പോൾ അത് സഹിച്ച് ഈ കോൺഗ്രസ് നിൽക്കുന്ന പിന്നെ ശശി തരൂരിനെ സമ്മതിക്കണം. ഞാനൊരു ഉദാഹരണം പറയാം, എന്റെ ഒരു വ്യക്തിപരമായ അനുഭവം പറയാം. ഞാൻ 2003 മുതൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന കാലത്ത് എല്ലാ ദിവസവും വൈകുന്നേരങ്ങൾ ഇൻക്ലൂഡിങ് സൺഡേ, എക്സെപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഫോക്സ് ABC പോലുള്ള ചാനലുകളിൽ അതായത് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ള യുണൈറ്റഡ് നേഷൻസിന്റെ ബ്രീഫിംഗ് ഈച്ച് ആൻഡ് ഒരു എപ്പിസോഡ് നടത്തിക്കൊണ്ടിരുന്നത് രാത്രി 9 മുതൽ 9 വരെ ഈ ശശി തരൂർ അഭിമാനം തോന്നിയൊരു മലയാളി എന്ന് പറയുന്നത് കേട്ടപ്പോൾ. കൂടാതെ ന്യൂയോർക്കിൽ നടന്ന ഒരു സമ്മേളനത്തിൽ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ചുറ്റും കൂടിയത് അന്തർദേശീയ തലത്തിൽ പ്രശസ്തരായിട്ടുള്ള പല ആളുകളാണ്. ഞാനൊക്കെ അത് കാഴ്ചക്കാരാണ്ട് നിന്നാൽ ഇങ്ങനെ ഒരു വ്യക്തിത്വത്തിന് 2019 മുതൽ ലോക്സഭയിലേക്ക് എത്തിച്ചതിന് ശേഷം 2014 ലോക്സഭയിൽ അദ്ദേഹം വന്നത്, അതിനിടയ്ക്ക് 2 പ്രാവശ്യം മന്ത്രിയാക്കുന്ന സത്യ ഇദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസ് ഉപയോഗിച്ചിട്ടുണ്ടോ? നേരത്തെ ഇവിടെ രാഹുൽ പറഞ്ഞ പോലെ 2019 കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനമില്ല, 2014 ഇല്ല. സ്വന്തം നാട്ടിൽ പോലും അറിയപ്പെടാത്ത അധിർ രഞ്ജൻ ചൗധരി എന്ന് പറയുന്ന ബംഗാളിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് MPയെ വായെടുത്ത വിട്ടിത്തരങ്ങളും മണ്ടത്തരങ്ങളും മാത്രം പറഞ്ഞ് ആ മനുഷ്യനെ ലോക്സഭാ നേതാവാക്കി ഈ ശശി തരൂരിനെയൊക്കെ വായിൽ സിപ്പിട്ട ലോക്സഭയിൽ എത്തിയപ്പോൾ ഈ കോൺഗ്രസ്സുകാരൊന്നും ആലോചിക്കണമായിരുന്നു. ലോകത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ ഇതുപോലെ ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ച് ഈ കോൺഗ്രസ്സുകാര് ഇവരുടെ ചെറിയ മനസ്സാണ് വാസ്തവത്തിൽ ആ മനുഷ്യനെ ഇതുപോലെ തകർത്തത്. ഇനി ഇവിടെ ഒരു കാര്യത്തോട് പറയാൻ സമ്മതിക്കില്ല, ഞാൻ വളരെ വൈകിയാണ് നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുന്നത്. ഇവിടെ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അസംബന്ധവും അസത്യവും ലോകത്തെ കുറിച്ച് പോലും പറയാതെ കൊണ്ട് അദ്ദേഹത്തിനോടുള്ള ശത്രുത കൊണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്. എന്താ പറയുന്നറിയോ? ഈ പറയുന്ന 7 ഡെലിഗേറ്റ്സിനെ അയച്ചതിൽ ശശി തരൂരിന്റെ ഡെലിഗേറ്റ്സ് ആണ് പരാജയപ്പെട്ടെന്ന് പറഞ്ഞ് വളരെ ദുഃഖകരമായി. അങ്ങനെ നിങ്ങൾ പറഞ്ഞത് എത്ര തെറ്റായി പോയി. നിങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്ത് നിങ്ങളത് മനസ്സിലാക്കണം. ഓപ്പറേഷൻ സിന്ദൂരിനോടനുബന്ധിച്ച് പാകിസ്ഥാൻ ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്തൊരു പച്ചക്കള്ളം ഉണ്ടാകുകയോ, ഇന്ത്യയാണ് തീവ്രവാദികളെ ഉത്പാദിപ്പിക്കുന്നത്, ആ തീവ്രവാദികളെ കൊണ്ട് ഇന്ത്യക്കാരെ കൊന്നിട്ട് ഞങ്ങളുടെ മേൽ പഴി ചേരണമെന്ന് അന്തർദേശീയ തലങ്ങളിൽ അവർ സ്പ്രെഡ് ചെയ്തു. അതിന് ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന് ബിലാവൽ ഭൂട്ടോയാണ്, സാക്ഷാൽ ബേനസർ ഭൂട്ടോയുടെ മകൻ, കൂടാതെ അവരുടെ പ്രതിരോധ മന്ത്രിയും. അത് ഇന്റർനാഷണൽ മീഡിയ ശരിക്കും ആഘോഷിച്ചു ഇന്ത്യക്കെതിരായിട്ട്. അതിനെയും കൂടെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 7 ഡെലിഗേറ്റ്സ് വിട്ടത്. ഏറ്റവും ടഫായ ഡെലിഗേറ്റ് എന്ന് പറയുന്നത് ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ളവരാ. അവർ സന്ദർശിച്ച രാജ്യങ്ങൾ അതൊക്കെ നേരത്തെ അദ്ദേഹം പറഞ്ഞത് കറക്റ്റാ. പനാമ സന്ദർശിച്ചു, കൊളംബിയ സന്ദർശിച്ചു, US ഒക്കെ സന്ദർശിച്ചു. കൊളംബിയയിൽ വെച്ച് കൊളംബിയയുടെ ഗവൺമെന്റ് ഡെലിഗേറ്റ്സ് ചോദിച്ചു, നിങ്ങളുടെ രാജ്യം യഥാർത്ഥ കുറ്റവാളികൾ എന്ന് ചോദിച്ചപ്പോൾ ഈ ശശി തരൂരിന്റെ മറുപടി അന്ന്
ഇന്റർനാഷണൽ മീഡിയ വരെ റിപ്പോർട്ട് ചെയ്തു. അവിടെ പോയി കൗണ്ടർ ചെയ്തു. പിന്നെ അദ്ദേഹം പറഞ്ഞു JD വാൻസിനെ കണ്ടെന്ന് പറഞ്ഞു. എന്റെ സുഹൃത്തെ, നിങ്ങൾ മനസ്സിലാക്കണം, അമേരിക്കൻ പ്രസിഡന്റിന് ഇത് പോയി കാണാൻ പറ്റില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അമേരിക്കൻ പ്രസിഡന്റിനെ കാണണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ 2 മാസം മുമ്പ് തന്നെ അതിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കണം. അതുകൂടാണ്ട് തന്നെ അവിടുത്തെ ഒരു സെനറ്ററെ നിങ്ങൾക്ക് കാണണമെങ്കിൽ പോലും എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ? ഇതേ അവിടെ ചെന്ന് JD വാൻസ് എന്ന് പറയുന്ന ഈ പറയുന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റിനെ കണ്ട് 40 മിനിറ്റ് സംസാരിച്ചു. JD വാൻസിന്റെ മറുപടി കൂടെ താങ്കൾ കേൾക്കണം. തെറ്റിദ്ധാരണ മാറ്റുന്നതിലും ഒരു ലോക വിജയമായിരുന്നു ശശി തരൂര്. അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസിന്റെ ഉൾപ്പെടെയുള്ള ആരാണ് നേതൃത്വം കൊടുത്തത്? നിങ്ങൾക്കറിയാം ആരാണ് നേതൃത്വം? ഷഹ്മാൻ ഖുർഷിദ് എന്ന് പറയുന്നത് കോൺഗ്രസ് എംപിയാ. ഇനി കനിമൊഴി ഫ്രാൻസിൽ ജർമ്മനിലേക്ക് പോയി. കനിമൊഴിയോട് അവിടുത്തെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിങ്ങളുടെ ദേശീയ ഭാഷ ഏതാന്ന് ചോദിച്ചു, നിങ്ങളുടെ നാഷണൽ ലാംഗ്വേജ് ഏതാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താ അറിയോ? ഞങ്ങൾ നാനാത്വത്തിൽ ഏകത്വമാണെന്ന്. അതായത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ ക്ലാസിക് മറുപടി കൊടുത്തു. എന്തിനാ അവരെയൊക്കെ അയച്ചത് ഈ രാജ്യം? ഈ ശശി തരൂരിനെ പോലുള്ള അയച്ചതെന്തിനാ? ഇന്ത്യക്ക് വന്ന ഈ നെഗറ്റീവായിട്ടുള്ള ഇന്ത്യക്കെതിരെയുള്ള പ്രൊപ്പഗാൻഡ കൗണ്ടർ ചെയ്ത് ഇന്ത്യയാണെന്ന് ശരിയാണെന്ന് അറിയിക്കാനായിട്ട് അദ്ദേഹത്തിനെ പോലുള്ളവർ വിട്ടപ്പോൾ നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങളുടെ ഒരു പാർട്ടി പ്രവർത്തക നേതാവായ ലോകം ആദരിക്കുന്ന ഒരു മനുഷ്യൻ ഡെലിഗേറ്റ്സ് പരാജയപ്പെട്ടെന്ന് പറയാനായിട്ട് നിങ്ങൾ വാഷിംഗ്ടൺ ടൈംസ് എന്ന് പറയുന്ന മാധ്യമം ഇംഗ്ലണ്ടിൽ ശശി പോയിട്ടില്ല. ഗാർഡിയൻ പത്രമൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഇദ്ദേഹത്തിന്റെ ഡെലിഗേറ്റ്സിനെ കുറിച്ച് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ആദ്യം പഠിച്ചിട്ട് വേണം ചാനൽ ഇരുന്നുകൊണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ അദ്ദേഹത്തിനെ പുറത്തേക്ക് വിടണമായിരിക്കും. എങ്ങനെയാലും BJPക്ക് സംഭാവന ചെയ്യണം. കാര്യങ്ങൾ പഠിക്കാൻ ഒരു ചർച്ച ചെയ്യുന്നു. ശശി തരൂരിനെയൊക്കെ ഡീഗ്രേഡ് സംസാരിക്കാന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ കോൺഗ്രസുകാരുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഇന്നലെ എന്താണ് ഇവരുടെ ദേശീയ പ്രസിഡന്റ് പറഞ്ഞത്? അത് കുറെ പേര് അധികമായിട്ട് എന്നാ അധികപ്പറ്റാകുന്നു, അവരുടെ ലക്ഷ്യം വേറെയാണെന്ന് പറഞ്ഞു. ശശി തരൂരിന്റെ മറുപടി എന്താ? അദ്ദേഹം സത്യസന്ധമായിട്ട് ആ പക്ഷിയുടെ അത് പ്രശസ്തമായ എഴുത്തുകാരന്റെ പേടിച്ച് കൊടുത്തിട്ട് എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് ചിറകുണ്ടെങ്കിൽ പറക്കാനായിട്ട് അൺലിമിറ്റഡാ, ആരുടെ അനുമതി ഇല്ലെന്നാ പറഞ്ഞത്. അതാണ് ശശി തരൂരിന്റെ വ്യക്തിത്വം. അദ്ദേഹത്തിന് വേൾഡ് മുഴുവൻ പറക്കാം. അതാണ് അതിന്റെ വസ്തുത. നിങ്ങൾ BJPയിലേക്ക് ഇപ്പോൾ ശശി തരൂരിനെ സംഭാവന ചെയ്യാനാണ് നിങ്ങൾ ഒരുക്കി കഴിഞ്ഞു. ഇനി ഒന്നുകൂടെ പറയാം, KC വേണുഗോപാൽ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ദേശീയ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയ ശേഷം ഈ കോൺഗ്രസിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞു പോയ അല്ലെങ്കിൽ പുറന്തള്ളിയ നേതാക്കന്മാരുടെ ലിസ്റ്റ് താങ്കൾക്ക് കേൾക്കണം. അതിൽ ഏതെങ്കിലും വ്യക്തിയെ നിങ്ങൾക്ക് മോശക്കാരനെന്ന് പറയാൻ പറ്റുമോ? അതിർ രഞ്ജൻ ചൗധരി എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രി ഞങ്ങളൊക്കെ രാഷ്ട്രീയപരമായിട്ട് നിശ്ചിതമായിട്ട് വിമർശിക്കും. പക്ഷെ ആ മനുഷ്യൻ ഈ അടുത്ത കാലത്ത് ചെയ്തൊരു സേവനം നിങ്ങൾക്കറിയാം. നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ രജിയോട് ചോദിച്ചത്, രജി ലൂക്കോസിനോട് ചോദിച്ചത്, പിണറായിയെ കുറിച്ച് നടത്തുന്ന പ്രശംസ പോലെ തന്നെ കാണുന്നു എന്നതായിരുന്നു. താങ്കൾ അത് മാത്രം അഡ്രസ് ചെയ്തില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. നമ്മുടെ സമയം ഇനി കുറവായതുകൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ കെ ഷാജി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ കെ ഷാജി, ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്യും എന്ന ഒരാശയക്കുഴപ്പത്തിൽ ആണോ തരൂരുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ? ഏതെങ്കിലും തരത്തിൽ വിശദീകരണം ചോദിക്കുകയോ നടപടികളിലേക്ക് നീങ്ങുകയോ ചെയ്താൽ അതൊരു കാരണമായി മാറും തരൂരിന് പുറത്തേക്ക് പോകാൻ വഴിയൊരുക്കലാകും എന്ന ഒരാശയക്കുഴപ്പമാണോ? എന്താണ് കോൺഗ്രസ് പാർട്ടി എത്തി നിൽക്കുന്ന പ്രതിസന്ധി? താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇവിടെ നമ്മൾ ജീവിക്കുന്നത് ഒരു ബഹുകക്ഷി ജനാധിപത്യത്തിൽ ബഹുകക്ഷി രാഷ്ട്രീയത്തിന്റെ ഉടലാണ്. ഈ ബഹുകക്ഷി രാഷ്ട്രീയത്തിന് അത് ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികളാകട്ടെ, BJP ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, അവയിലെല്ലാമുള്ള ജനാധിപത്യം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ടും നേതൃത്വം പറയുന്ന നിലപാടുകൾക്ക് ഒപ്പം പോകുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ പറയുന്ന പല രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ പറയുന്നത് കേട്ടു, ശശി തരൂരിനെ അങ്ങനെ സ്വതന്ത്രനായി വിടണമെന്ന്. ഈ ശശി തരൂർ നാളെ BJP ചേർന്നാലോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ ചേർന്നാലോ അവിടെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്വതന്ത്രമായ സ്പേസ് ഉണ്ടാവുമോ? എനിക്ക് തോന്നുന്നില്ല. ഇതിനു മുമ്പ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഐക്യരാഷ്ട്രസഭയിലൊക്കെ മത്സരിച്ച് തോറ്റു വരുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, അദ്ദേഹം ഇന്ത്യയിൽ ഇടതുപക്ഷത്തിൽ ചേരാൻ ആഗ്രഹിച്ചു, BJP ചേരാൻ ആഗ്രഹിച്ചു, കോൺഗ്രസിൽ ചേരാൻ ആഗ്രഹിച്ചു, 3 സ്ഥലത്തും സമീപിച്ചു. അതിൽ കോൺഗ്രസ് മാത്രമാണ് അദ്ദേഹത്തിന് വാതിൽ തുറന്നു കൊടുത്തത്. പക്ഷെ ഈ കാലഘട്ടത്തിൽ അത്രയും ഇക്കാലം അത്രയും അദ്ദേഹം MP ആയി, പാർലമെന്റിലെത്തി, കേന്ദ്രമന്ത്രിയായി. ഈ കാലഘട്ടങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ നേതൃത്വവുമായി അനുസരിച്ചും വിധേയപ്പെട്ട് തന്നെയാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഉൾപ്പാട്ട് ജനാധിപത്യം ഒന്നും അറിയില്ലാത്ത ആളൊന്നും അല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഇപ്പൊ ഇതൊന്നും വേണ്ട, തനിക്ക് ആകാശത്തിലേക്ക് പറക്കണം, തനിക്ക് പക്ഷിയാകണം, അതിനില്ലാത്ത രീതിയിൽ പറന്നു പോകണമെന്നൊക്കെ പറയുമ്പോ അത് നമ്മുടെ ഒരു ജനാധിപത്യത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സ്വീകരിക്കാൻ പറ്റാത്ത, അത് ശരിയാണോന്നല്ല. അപ്പൊ ശശി തരൂരിന്റെ സ്വാതന്ത്ര്യ ബോധനൊക്കെ നമ്മൾ പാലിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്, നമ്മുടെ നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളില് ഇങ്ങനെയുള്ളൊരു രീതി ശരിയല്ല. അങ്ങനെ ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ശശി തരൂര് തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോ അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം വോട്ടുകളും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെയും സാധാരണ മനുഷ്യരുടേതുമായിരുന്നു.
ഏതാണ്ട് നല്ലൊരു പങ്കും അദ്ദേഹത്തിന് മുമ്പ് കിട്ടിയിരുന്ന നായർ വോട്ടുകൾ, സവർണ വോട്ടുകൾ അദ്ദേഹത്തിന് ഇല്ലാതാവുകയും ചെയ്തു. ഇനിയൊരു മത്സരത്തിന് പാർലമെന്റിലേക്ക് ഇല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തതാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പുനരധിവാസം വളരെ അത്യാവശ്യമാണ്. ആ പുനരധിവാസം എന്താണ് എന്നുള്ളതിലാണ് അദ്ദേഹത്തിന്റെ അന്വേഷണം നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം മോഡിയെ പുകഴ്ത്താനും ആ രീതിയിലൊക്കെ പോകുന്നത്. ഇപ്പൊ രാജ്യത്തിന്റെ വിശാല താല്പര്യങ്ങൾ ഇന്ത്യക്ക് പുറത്തുപോയി പറഞ്ഞ ഒരുപാട് എംപിമാരുണ്ട്. തരൂര് മാത്രമല്ല. അവരോട് ആരുടെ കാര്യത്തിൽ ഒരു വിവാദമില്ലല്ലോ. കോൺഗ്രസിന്റെ എംപിമാരുണ്ട്, ഇന്ത്യ മുന്നണിയിൽപ്പെട്ട മറ്റാളുകളുണ്ട്. എവിടെയാണ് പ്രശ്നമുള്ളത്? ഇപ്പൊ തരൂരിന്റെ പ്രശ്നം ഈ മോഡിജിയെ പുകഴ്ത്തുക എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അത് കോൺഗ്രസ് പോലൊരു പാർട്ടി നിരന്തരമായി മോഡിയുടെ നയങ്ങൾക്കെതിരെ, മോഡിയുടെ സമീപനങ്ങൾക്കെതിരെ, മോഡിയുടെ രാഷ്ട്രീയത്തിനെതിരെ, മോഡിയുടെ ഗവൺമെന്റിനെതിരെ സമരം ചെയ്യുമ്പോൾ, അതിനെതിരെ ആശയ സമരം രൂപപ്പെടുത്തുമ്പോൾ അതിൽ നിന്നും മാറി നിന്നുകൊണ്ട് അതിന്റെ ഭാഗം പറയുന്ന ഒരു രീതി അവിടെ കണ്ടു. സമാനമായി തന്നെയാണ് തരൂർ കേരളത്തിന് പിണറായി വിജയന്റെ സർക്കാരിന് വളരെ പ്രശംസിച്ചുകൊണ്ട് പല ഘട്ടത്തിലും അദ്ദേഹം നിലപാടെടുത്തു. സ്വാഭാവികമായിട്ടും മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ഇതിനു മുമ്പേ തന്നെ തരൂർ പുറത്താവുമായിരുന്നു. പക്ഷെ കോൺഗ്രസിന് ഇപ്പോഴും അതിന്റെ ഒരു അഴകുടമ്പ സമീപനം കൊണ്ടും അതിന്റെ ഉള്ളിലുള്ള ഇപ്പോഴത്തെ ഒരു തീരുമാനം എടുക്കുന്ന ചിലപ്പോൾ നേതൃത്വത്തിനുള്ള ആ ഒരു ആത്മവിശ്വാസ കുറവുകൊണ്ടൊക്കെ ആയിരിക്കാം തരൂർ ഇപ്പോഴും ആ പാർട്ടിയോട് നിലനിൽക്കുന്നത്. എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ തരൂർ എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹം വിശ്വപൗരനായിരിക്കാം, വലിയ ആളായിരിക്കാം. പക്ഷേ ഏത് പാർട്ടിയിലായാലും ഒരു പാർട്ടിക്ക് കീഴടങ്ങിക്കൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. മുൻകാലത്ത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയായിരുന്നു BJP-യിലോ ഇടതുപക്ഷത്തോ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യം കിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് താരതമ്യേന സ്വാതന്ത്ര്യം കൊടുക്കുന്ന കോൺഗ്രസിലേക്ക് അദ്ദേഹം വന്നത്. ആ സ്വാതന്ത്ര്യം അദ്ദേഹം അങ്ങേറ്റം ഉപയോഗിക്കുകയും ചെയ്ത ഒരാളാണ്. പിന്നെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് അടക്കം മത്സരിച്ച് ജയിച്ച അദ്ദേഹത്തിന് നിലമ്പൂര് പോലൊരു ഉപതെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അറിഞ്ഞിട്ടില്ലാതെന്ന് പറഞ്ഞ് മാറിയിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് വന്നുകൂടെ? അദ്ദേഹത്തിന് അവിടെ വന്ന് പ്രവർത്തിച്ചുകൂടെ? പിന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം നല്ലൊരു പങ്ക് സാധാരണ മനുഷ്യരും കോൺഗ്രസ്സുകാരൊന്നുമല്ല. തിരുവനന്തപുരം മണ്ഡലത്തിൽ സാധാരണ മനുഷ്യർ പറഞ്ഞിട്ടുള്ളത് തരൂരിന്റെ ഫോണിൽ പോലും അവൈലബിൾ അല്ല, വിളിച്ചാൽ കിട്ടാത്ത ഒരാളാണ്. അപ്പൊ അദ്ദേഹം പല സ്ഥലത്തും പറഞ്ഞത് ഇപ്രാവശ്യം വിളിച്ചാൽ കിട്ടൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മള് വിശ്വപൗരനായി അദ്ദേഹം രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുണ്ട്, ലോകത്തിന് മുന്നിൽ പോകാനുണ്ട്, പാർലമെന്റിൽ പ്രസംഗിക്കാനുണ്ട്, ഒക്കെയുണ്ട്. ഈ മണ്ഡലത്തിലെ സാധാരണക്കാരായ വോട്ടർമാർക്ക്, ഇപ്പൊ ഈ കടല് തിന്നുകൊണ്ടിരിക്കുന്ന, വീടുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ട സാധാരണ മനുഷ്യർക്ക് അദ്ദേഹം പ്രാപ്യനാണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അദ്ദേഹം ഒരു ദിവസം ആ പ്രദേശങ്ങളിൽ വന്നിട്ടുണ്ടോ? ഈ മനുഷ്യരെ നോക്കിയിട്ടുണ്ടോ? ഈ മനുഷ്യരുടെ കൂടെ വന്നിട്ടുണ്ടോ? അപ്പൊ ഇവിടെയാണ് ഒരു ജനകീയ നേതാവായിട്ടല്ല, സ്വയം വിൽക്കാൻ താല്പര്യമുള്ള, സ്വന്തം സാധ്യതകളെ വിപണനം ചെയ്യുന്ന ഒരാളായിട്ടാണ് എല്ലാ കാലത്തും തരൂർ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് തെറ്റായ കാര്യമൊന്നുമല്ല. അത് ഒരു വേറൊരു തരത്തിലുള്ള രാഷ്ട്രീയതയാണ്. തന്റെ സാധ്യതകളെ, തന്റെ ഭാഷാപരമായ പ്രാവീണ്യത്തെ, തന്റെ നേതൃത്വപരമായ സിദ്ധികളെ അത് കൃത്യമായി ആര് വാങ്ങുന്നോ അവർക്ക് വിൽക്കുക എന്നുള്ളത് തന്നെയാണ് തരൂർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും. എന്തായാലും ജനപ്രതിനിധി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം പോലും തരൂർ നിറവേറ്റുന്നുണ്ടോ എന്ന ഒരു ചോദ്യമാണ് ഉയരുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. തരൂർ പറക്കുമോ എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഡിബേറ്റ് പോയിന്റ്. നമുക്ക് വീണ്ടും ഞാൻ റജിയിലേക്ക് തന്നെ പോവുകയാണ്. ശ്രീ ബി റജി, ഇവിടെ ഇപ്പോൾ ഈ തരൂരിന്റെ പക്ഷി പോസ്റ്റിന് വന്നിട്ടുള്ള ഏക മറുപടിയും മാണിക്യം ടാഗോർ കോൺഗ്രസ് MP-യുടെ ഭാഗത്തു നിന്നാണ്. പറന്നോളൂ എന്നാണ് പറയുന്നത്. പറക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നിരീക്ഷിച്ചാൽ മതി, ദേശസ്നേഹത്തിന്റെ തൂവലുകളുള്ള കഴുകന്മാരെ എന്ന ഒരു ഉപദേശമാണ് കൊടുത്തിരിക്കുന്നത്. പറക്കാൻ തീരുമാനിക്കുന്ന പക്ഷികൾക്ക് അങ്ങനെ ഏതെങ്കിലും ഉപദേശത്തിന്റെ ആവശ്യമുണ്ടോ എന്നറിയുന്നില്ല. അപ്പോൾ പൊയ്ക്കോളൂ, ദാ ഒരു തള്ളു വെച്ച് തരാം എന്ന നിലയിലാണ് കോൺഗ്രസിന്റെ പ്രതികരണങ്ങൾ വരുന്നത്. അതിനപ്പുറം ഒരു AICC പ്രവർത്തക സമിതി അംഗത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യേണ്ട തലങ്ങളിൽ അഡ്രസ്സ് ചെയ്യുകയും പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമവും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ്. നോക്കൂ, അദ്ദേഹം കോൺഗ്രസിൻ്റെ പരമോന്നത സമിതിയായ വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗമാണ്. അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പാർട്ടി ഫോറങ്ങളിലല്ലേ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ നേരത്തെ ശ്രീ റജി ലൂക്കോസ് അദ്ദേഹം പറഞ്ഞു, പിന്നെ ശശി തരൂർ പോയ ദൗത്യസംഘം ഉദ്ദേശിച്ച ലക്ഷ്യ സാക്ഷാത്കാരം പൂർണ്ണമായി നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതിനെ വിമർശിക്കുകയുണ്ടായി. നോക്കൂ, നമ്മുടെ എതിർ രാജ്യമായ പാകിസ്ഥാൻ്റെ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറുമായി അമേരിക്കൻ പ്രസിഡന്റ് വിരുന്നു സൽക്കാരം നടത്തുകയുണ്ടായി. അപ്പോൾ നമുക്ക് അത് തരൂരിന്റെ കുറ്റമാണോ നോക്കൂ, അല്ല, അതുകൊണ്ട് ആ മറ്റ് സംഘങ്ങളോടൊപ്പം കൊട്ടിഘോഷിക്കത്തക്ക തരത്തിലുള്ള ഒരു വലിയ വിജയം ഈ
സംഘത്തിന് നേടാൻ കഴിഞ്ഞുവോ എന്നൊരു സംശയമാണ് ഞാൻ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരവാദിത്വം ശശി തരൂർ പറയണമെന്ന് വെച്ചാൽ വലിയ കഷ്ടമാകും. മറ്റൊരു കാര്യം കൂടി നോക്കൂ, ശശി തരൂർ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയുണ്ടായി. അദ്ദേഹം 11% വോട്ടാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത്. അപ്പം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിന് സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ അഭിപ്രായ സ്വാതന്ത്ര്യം പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിൽക്കുമ്പോൾ, അതിൻ്റെ ആദർശത്തിൽ വിശ്വസിക്കുമ്പോൾ, അതിൻ്റെ ജനകീയ അടിത്തറയിൽ നിൽക്കുമ്പോൾ എതിരാളികൾക്ക്, താൻ വിശ്വസിക്കുന്ന പാർട്ടി എതിരാളികൾക്ക് വിമർശന വിധേയമാക്കുവാനായി ഇട്ടുകൊടുത്തുകൊണ്ട് മാറി നിൽക്കുക എന്ന് പറയുന്ന സമീപനത്തെയാണ് എതിർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സേവനം, അദ്ദേഹത്തിൻ്റെ കഴിവ്, അദ്ദേഹത്തിൻ്റെ ആ പ്രാവീണ്യം എല്ലാം കോൺഗ്രസിനും ഈ രാജ്യത്തിനും വേണ്ടി ഉപയോഗിക്കുന്നതിലോ അത് ഉപയോഗപ്പെടുത്തുന്നതിലോ ഒരു തർക്കവുമില്ല. ആ ഡെലിഗേഷന്റെ ഭാഗമാക്കാൻ കോൺഗ്രസ് തീരുമാനമെടുക്കാതിരുന്നിടത്താണ് അവിടെ ബി.ജെ.പിയുടെ രാഷ്ട്രീയ തന്ത്രത്തിന് അദ്ദേഹം വഴിപ്പെടുകയായിരുന്നില്ലേ ചെയ്തിരുന്നത്? എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വവുമായി ബി.ജെ.പി ആശയവിനിമയം നടത്തിയില്ല? നോക്കൂ, തൃണമൂൽ കോൺഗ്രസിന്റെ കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ ഒരു എം പിയെ ആവശ്യപ്പെട്ടപ്പോൾ തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെടാനാണ് പറഞ്ഞത്. ഇവിടെ കേരളത്തിലെ നോക്കൂ, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള CPM-ന്റെ എം പി എങ്ങനെ CPM പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ അനുമതിയോടുകൂടിയല്ലേ അദ്ദേഹം പോയത്? കോൺഗ്രസ് പാർട്ടി ഡെലിഗേഷനിൽ തരൂരിന്റെ പേര് ഉൾപ്പെടുത്താത്തത് കൊണ്ടല്ലേ പ്രശ്നങ്ങളുണ്ടായത്? കോൺഗ്രസ് പാർട്ടിയുമായി ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സ്വതന്ത്രമായ തീരുമാനം എടുത്തതായ വാർത്തകൾ പത്രമാധ്യമങ്ങളിലൂടെ നാം വായിച്ചില്ലേ? അപ്പോൾ പാർട്ടിയോട് അദ്ദേഹത്തിനൊരു പ്രതിബദ്ധതയില്ലേ? അദ്ദേഹത്തിൻ്റെ ഈ പറക്കാൻ ഉള്ള പാകത്തിന് അദ്ദേഹത്തിന് എല്ലാ സ്ഥാനമാനങ്ങളും നൽകിയ ഈ പാർട്ടിയോട് അദ്ദേഹത്തിന് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലെന്നാണോ? ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് അത്തരത്തിലൊരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്തത്? ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവർക്കും അവരുടെ പ്രസ്ഥാനത്തിനോട് ഒരു ആത്മാർത്ഥതയും ഒരു പ്രതിബദ്ധതയും ഉണ്ടാവണം. ആ ഒരു ആദർശ നിഷ്ഠയാണ് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ തരാതരം പോലെ അക്കരപ്പച്ച കണ്ട് അധികാര സ്ഥാനത്തേക്ക് എപ്പോഴും എത്തി നോക്കിക്കൊണ്ട് ആ മേഖലയിലേക്ക് പോകാനുള്ള ഒരു ത്വരയല്ല കാണിക്കേണ്ടത്. ഇവിടെ നോക്കൂ, എല്ലാ മേഖലയിലും ഏത് ഘട്ടത്തിലായാലും കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് നൽകാനുള്ള എല്ലാ സ്ഥാനമാനങ്ങളും, അദ്ദേഹത്തിന് എല്ലാ അവസരങ്ങളും നൽകുകയുണ്ടായി എന്നുള്ളത് അദ്ദേഹത്തിന് നമ്മൾ ആ ചരിത്രം നോക്കുമ്പോഴറിയാം. അദ്ദേഹം എപ്പോഴും ഒരു വിമത സ്വരം ഉയർത്തുകയായിരുന്നില്ലേ? കോൺഗ്രസ് പാർട്ടി ഈ സർക്കാരിന് വേണ്ടി, അതായത് സർക്കാരിൻ്റെ ചില നടപടികളുടെ ലംഘനം അല്ലെങ്കിൽ നടപടികളിലെ പോരായ്മ ചൂണ്ടിക്കാണിക്കുമ്പോൾ ബി.ജെ.പിക്ക് വേണ്ടി പ്രതിരോധം തീർക്കുന്നത് ആരാണ്? അത് ശശി തരൂരല്ലേ? അദ്ദേഹത്തിന് എന്താണ് അതിൻ്റെ ആവശ്യം? അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം നേതൃത്വവുമായി ചർച്ച ചെയ്യേണ്ടേ? അങ്ങനെ ഒരു നിലപാടെടുക്കുവാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ് അദ്ദേഹം നൽകുന്നത്. ആ ലേഖനം പോലും അതിന്റെ ഭാഗമെന്ന് തരൂർ വിശദീകരിക്കുന്നു. ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, തരൂരിനെ ആ ഡെലിഗേഷനിൽ ഉൾപ്പെടുത്താതിരുന്നിടം മുതൽ തുടങ്ങിയ പ്രശ്നങ്ങൾ അത് ഏതെങ്കിലും ഒരു തലത്തിൽ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, പലപ്പോഴും ഉയരുന്ന പ്രശ്നം നേരിട്ട് ഹൈക്കമാൻഡുമായി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുമായി ആശയവിനിമയത്തിനുള്ള സാധ്യതകൾ ഇല്ലാതാകുന്നു. എത്ര മുതിർന്ന നേതാക്കൾ പാർട്ടി വിട്ടു പോകേണ്ടുന്ന സാഹചര്യങ്ങൾ എങ്ങനെയുണ്ടായി? ഈ തരൂരിന്റെ കേസിൽ മാത്രമാണല്ലോ നിങ്ങൾക്ക് പറയാൻ ഇങ്ങനെയുള്ള ലേഖനങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഉള്ളത്. മറ്റെത്ര നേതാക്കൾ പാർട്ടി വിട്ടതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അപ്പോൾ ആരെയും കൂടെ നിർത്താനോ തലയ്ക്ക് മുകളിൽ വളരാനോ അനുവദിക്കില്ല എന്ന തീരുമാനമാണ് പലരും പാർട്ടി വിട്ടുപോകാനുള്ള സാഹചര്യം ഒരുക്കുന്നത്. 10 വർഷത്തിൽ അധികമായി ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം കോൺഗ്രസ് നേരിടുകയാണ്. അത് സംസ്ഥാനങ്ങളിലായാലും കേന്ദ്രത്തിലായാലും ഒക്കെ. അപ്പോൾ ഇതേ നില തുടർന്നാൽ ഇതെങ്ങോട്ട് എന്ന ഒരാശങ്ക പോലും ഇല്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുകയാണോ? അതൊക്കെ പാർട്ടിയുടെ ശത്രുക്കൾ ഉണ്ടാക്കുന്ന ചില നറേറ്റീവ്സാണ്. ഇവിടെ ശശി തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലെ ഒരു വൈരുദ്ധ്യമാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം 2018 അദ്ദേഹം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു, ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം നരേന്ദ്രമോദിയെ ഒരു മതഭ്രാന്തനായിട്ടും ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമായി കൺവേർട്ട് ചെയ്യുന്നതിന് ശ്രമിക്കുന്ന വ്യക്തിയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കാരണം 2019 ഇലക്ഷനിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് ഒരുപക്ഷെ ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടി കടന്നു പോയിട്ടുണ്ടാകാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലുള്ള ഈ വൈരുദ്ധ്യം, നിലപാടുകളിലെ അസ്ഥിരത, അതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉയരുന്നതിന് കാരണമായിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ നയരൂപീകരണ സമിതിയായ വർക്കിംഗ് കമ്മിറ്റി അംഗമായ അദ്ദേഹത്തിന് എത്രയോ വേദികളാണ് ഉള്ളത്. ആ പാർട്ടിയുടെ അച്ചടക്കത്തിന് വിധേയമായി അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യ നന്മയ്ക്കായി സേവനം അനുഷ്ഠിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഇന്ത്യയിലെ എല്ലാ കോൺഗ്രസുകാർക്കും അനുഭാവികൾക്കും ഉള്ളത്. ശ്രീ ഷാബു പ്രസാദ്, ഇവിടിപ്പോ ശശി തരൂർ, അത് ഏത് പാർട്ടിയിലായാലും എവിടെയായാലും തരൂർ ഈ നിലയിൽ അഭിപ്രായം പറയുന്ന വ്യക്തിയായിരിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം, പിണറായി വിജയനെ പുകഴ്ത്തി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മോദിയെ പുകഴ്ത്തി കാര്യങ്ങൾ പറയുന്നു. തന്റെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ എന്ന് പറയുന്നു. ഇപ്പോൾ തരൂരിനെ നിർബന്ധിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നാൽ ബി.ജെ.പിയിൽ ഒരു സുബ്രഹ്മണ്യൻ സ്വാമി
കൂടി എന്ന നിലയിൽ കാണാനാണോ? ഇവിടെ ആരും BJP അദ്ദേഹത്തെ ഇങ്ങോട്ട് വരണമെന്ന് നിർബന്ധിച്ചു. ഇപ്പൊ നിർബന്ധിച്ചോ? ശശി തരൂരിന് BJP-യിൽ ചേരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെതായ നടപടികളിൽ കൂടെ അദ്ദേഹം ചേരുവോ ചേരാതിരിക്കോ അതെന്താന്നുള്ളതൊന്നും എനിക്കറിയില്ല. അതൊന്നും നമ്മുടെ ഒരു എന്താണ് ഡിസ്കഷൻ പോയിന്റേ അല്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. ഇവിടെ വീണ്ടും ഞാൻ പറയുന്നത്, എന്നെ പറയിക്കുന്ന കാര്യം അതല്ല. ഇപ്പം നമ്മളോട് ആരോടെങ്കിലും രാജ്യം ഒരു സർവീസ് ആവശ്യപ്പെട്ടാൽ യെസ് എന്ന് പറയാൻ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡെങ്കിലും ചിന്തിക്കേണ്ട കാര്യമുണ്ടോ രേണുക? അത് റിഫ്ലക്സ് ആണ്. ഒരു ബസ്സിൽ കയറി നമ്മളൊരു സീറ്റിലിരിക്കുമ്പോൾ ഒരു ഗർഭിണി എവിടേക്ക് വരുമ്പോൾ നമ്മൾ അറിയാതെ എഴുന്നേറ്റ് പോകുന്ന ഒരു സാമൂഹ്യ ബോധമുണ്ടല്ലോ, അതുപോലെയുള്ള ഒരു റിഫ്ലക്സ് ആക്ഷനാണ് അവിടെ. അതിന് എനിക്ക് എൻ്റെ വീട്ടിൽ ചോദിക്കണം, എനിക്ക് എൻ്റെ മറ്റേവരോട് ചോദിക്കണം, അച്ഛനോട് ചോദിക്കണം, അമ്മയോട് ചോദിക്കണം, പാർട്ടിയോട് ചോദിക്കണം എന്ന് പറയുക പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി വലിയൊരു അസംബന്ധം എന്താ ഉള്ളത്? ഒന്ന് ആലോചിച്ച് നോക്ക്. രാജ്യം നിങ്ങളുടെ സേവനം രാജ്യത്തിന് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ യെസ് എന്നുള്ളത് ഇൻസ്റ്റൻ്റ് ആണത്, ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള ഉത്തരമാണത്. അതാണ് വേണ്ടത്. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഇപ്പോൾ ഈ കോൺഗ്രസ് ഒഴിച്ചിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ വ്യക്തികളും അത് കാണിച്ചിട്ടുണ്ട്. ഇപ്പം രാജ്യസഭയിലൊക്കെ ജോൺ ബ്രിട്ടാസൊക്കെ എത്ര രൂക്ഷമായിട്ടാണ് സർക്കാരിനെ വിമർശിക്കുന്നത്. പക്ഷെ രാജ്യത്തിനൊരു ആവശ്യം വന്നപ്പം അദ്ദേഹം കാണിച്ച ആ വൈബ്രൻസി കണ്ടില്ലേ, ആ എനർജി കണ്ടില്ലേ, കനിമൊഴി, ഒവൈസി, ഒന്ന് ആലോചിച്ച് നോക്ക്. അവിടെയാണ് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി, അതും രാജ്യത്തിൻ്റെ പ്രധാന പ്രതിപക്ഷം ഈ രീതിയിൽ പെരുമാറുന്നത്. ഈ രീതിയിലുള്ള പെരുമാറ്റവും ഈ രീതിയിലുള്ള പ്രതികരണങ്ങളുമാണ് പാകിസ്ഥാനൊക്കെ ആഘോഷിക്കുന്നത്. അപ്പുറത്ത് നിന്ന് രാഹുൽ ഗാന്ധിയുടെ ഓരോ വാക്കുകളും പാകിസ്ഥാൻ മീഡിയ ഉത്സവമാക്കുകയാണ്. രാജ്യത്തിൻ്റെ ശത്രുക്കൾക്ക് അത് അറിഞ്ഞാണോ അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഫലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. ഇത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 21ാം നൂറ്റാണ്ടാണിത്. അത്രയെങ്കിലും ഒരു ബോധം ഇവർ ഈ പാർട്ടി കാണിക്കുന്നില്ലല്ലോ എന്ന്, രാജ്യത്തിലെ പ്രധാന പ്രതിപക്ഷ കക്ഷി കാണിക്കുന്നില്ലല്ലോ എന്നാലോചിക്കുമ്പോഴാണ് നമുക്കൊക്കെ ചിലപ്പോൾ ഭയം തോന്നുന്നത്. ഇത് ഈ പാർട്ടി എങ്ങോട്ടാണ് ഈ പോകുന്നതെന്നുള്ളത്. കോൺഗ്രസിന് ഇപ്പോ തരൂര് പോട്ടെ എന്ന ഒരു നിലപാടാണ് എന്ന് തോന്നുന്നു. തരൂരിനെ സംബന്ധിച്ച് എന്തെങ്കിലും വലിയ ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ടാകുമോ? അല്ലെങ്കിൽ ഈ നിലയ്ക്കൊക്കെ പരസ്യമായുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകാൻ തയ്യാറാകുമോ? അപ്പോൾ അങ്ങനെ വലിയ ഓഫറുകൾ തരൂരിനെ സംബന്ധിച്ച് കിട്ടിയിട്ടുണ്ടാകുമോ? ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞു, ഇവിടെ തരൂരിനൊക്കെ ഇനി എന്ത് ഓഫർ കൊടുത്ത് കൊണ്ടുവരാനാണ്? എന്ത് ഓഫറാണ് മാക്സിമം അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയും? ഒരു കേന്ദ്രമന്ത്രി പദവിയോ? അദ്ദേഹം കേന്ദ്രമന്ത്രി പദവിയിൽ ഇരുന്നിട്ടുള്ള ആളാണ്. അതോ എനിക്കത് മനസ്സിലാവുന്നില്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഒരു പക്ഷേ തരൂർ ഇനിയും BJP വന്നെന്നിരിക്കട്ടെ, അദ്ദേഹത്തിന് കൂടുതൽ സ്വതന്ത്രമായിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവുകളും അദ്ദേഹത്തിൻ്റെ ടാലൻറ്റും വളരെ ഫ്ലറിഷായിട്ട് വളരെ കൺസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിൽ അദ്ദേഹം BJP-യെ കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും പല കോൺഗ്രസ്സുകാരും അത് കണ്ടിട്ടുണ്ട്. ഇപ്പം ജ്യോതിരാദിത്യ സിന്ധ്യ, അദ്ദേഹം പണം മോഹിച്ചാണോ ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും ഇതാണോ? പക്ഷേ ഇവിടെ വന്നപ്പോൾ BJP-ക്കകത്ത് അദ്ദേഹത്തിന്റെ കഴിവുകളെ പരമാവധി ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാർ സാധിച്ചു. ജയശങ്കർ, അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനെ അല്ല, ഒരു പ്യൂർ ബ്യൂറോക്രാറ്റാണ്. ശരി, എന്തായാലും തരൂരിന്റെ വാക്കുകളെ വലിയ വിലയോടുകൂടി പ്രധാനമന്ത്രി കാണുന്നു എന്നാണ് അദ്ദേഹം തരൂരിന്റെ ലേഖനം ഷെയർ ചെയ്തതിലൂടെ മനസ്സിലാക്കിയത്. ശ്രീ രാഹുൽ ഈശ്വർ, എന്താണ് തരൂരിന്റെ മുന്നിലുള്ള ഓപ്ഷൻ എന്നതാണ് നമ്മൾ ആലോചിക്കുന്നത്. വൈ ആം എ ഹിന്ദു എഴുതിയ തരൂർ BJP-യിലേക്ക് പോകുമോ? അതാണോ തരൂരിന്റെ മുന്നിലുള്ള ഓപ്ഷനായി? അല്ല, അവിടെ പെട്ടെന്ന് സമയം തീർന്നുകൊണ്ട് രണ്ട് കാര്യങ്ങൾ പറയാം. ഇതൊക്കെ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒന്നും ഇല്ലാത്ത സമയത്താണ് ശ്രീ നരേന്ദ്രമോദി ശശി തരൂരിന്റെ ഓക്സ്ഫോർഡ് സ്പീച്ച് ഷെയർ ചെയ്തത്. അന്ന് അദ്ദേഹം ആ ഓക്സ്ഫോർഡ് സ്പീച്ച് ഷെയർ ചെയ്തിട്ട് പറഞ്ഞത്, ശശി തരൂർ പറഞ്ഞ വാക്ക് ഓരോരുത്തരും കേൾക്കണം. അന്ന് ആദ്യം അദ്ദേഹം ഈ ട്വിറ്ററിലൂടെ ചലഞ്ച് കൊടുക്കുമായിരുന്നു. ആദ്യം സൂചിപ്പിച്ച ആൾ ശശി തരൂർ സാറായിരുന്നു. അതിൽ കാര്യം അദ്ദേഹത്തിന് ഒരു പ്രതിഭയുണ്ട്. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശ്രീ നരേന്ദ്രമോദി നമ്മുടെ പ്രൈം അസറ്റ് ആണ് ശശി തരൂർ എഴുതി. ഈ നമ്മുടെ ഡെലിഗേഷൻ ഇതിൽ ഏറ്റവും സ്റ്റാർ ആയവരാരാ?
ശശി തരൂർ, ഒവൈസി, നമ്മുടെ ജോൺ ബ്രിട്ടാസ് സാറ്, അല്ലെങ്കിൽ ശ്രീ കനിമൊഴി, നമ്മുടെ നാട്ടിൽ മേജർ രവി, പെഹൽഗാം ആക്രമണം നടന്നപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ ഇവരാരും രാഷ്ട്രീയത്തിന്റെ താല്പര്യം നോക്കിയിട്ടല്ലല്ലോ. ശ്രീ മേജർ രവി ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന്റെ താല്പര്യം നോക്കിയാണ്. അപ്പൊ ഈ നന്മയുള്ളവരെ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് പകരം സങ്കുചിത വള്ളികളിലിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. ശശി തരൂരിന് അസറ്റിനെ ഉപയോഗിക്കാൻ കോൺഗ്രസിന് കഴിയണം. ഇല്ലെങ്കിൽ ഇത് കോൺഗ്രസ്. രാഹുൽ, ശ്രീ കെ ഷാജി അവസാനമായി പറഞ്ഞു നിർത്താം. രാഹുൽ ഒന്ന് ഡൽഹിയിൽ വന്നിട്ട് വീണ്ടും വിദേശ പര്യടനത്തിന് പോകും, അതിനുശേഷം തിരികെ വന്നാൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് സമൂഹ മാധ്യമങ്ങളിലും യൂട്യൂബ് ചാനലുകളിലും ഒക്കെ വലിയ രീതിയിലുള്ള കിംവദന്തി ഉണ്ട്. താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടോ? സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പിന്നെ ഐഡിയോളജിയുടെ കാര്യത്തിൽ ശശി തരൂരാണെങ്കിലും പ്രശ്നമില്ല. വൈ ഐ ആം നോട്ട് എ ഹിന്ദു പുസ്തകം എഴുതിയ ആൾ തന്നെയാണ്. അടിയന്തരാവസ്ഥക്കെതിരെയും പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അടിയന്തരാവസ്ഥ നടപ്പാക്കിയ കോൺഗ്രസ് ഒപ്പം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ BJPയുടെ ഒപ്പം പോകാനും ശശി തരൂരിന് ബുദ്ധിമുട്ടൊന്നുമില്ല, പ്രായോഗികമായിട്ട് പ്രശ്നമൊന്നുമില്ല എന്നാണ് എന്റെ വിലയിരുത്തൽ. ശരി, റെജി ലൂക്കോസ്, എന്നോട് ക്ഷമിക്കുക, ഒരു തവണ കൂടി താങ്കളിലേക്ക് വരാൻ സമയം അനുവദിക്കുന്നില്ല. വളരെ നന്ദി. എന്തായാലും തരൂരിന്റെ നീക്കങ്ങൾ എന്താണ് എന്നത് നമുക്ക് നിങ്ങൾ പർപ്പസ്ഫുള്ളി വിളിച്ചു വരുത്തി അവഗണിക്കുകയാണ്. ഇല്ല, സമയമില്ലാത്തത് കൊണ്ടാണ്, ദയവായി ക്ഷമിക്കുക. അതുകൊണ്ടാണല്ലോ ഞാൻ ക്ഷമ ചോദിച്ചത്. എന്തായാലും തരൂരിന്റെ നീക്കങ്ങൾ എന്ത് എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും.